ओम शांति। तो आज एक बहुत अच्छा विषय पर चर्चा करेंगे। वर्तमान के समय अनुसार हम तीव्र पुरुषार्थ कैसे करें, तीव्र पुरुषार्थी कैसे बने, इसके बारे में चर्चा करेंगे। ഇന്ന് വളരെ നല്ല വിഷയത്തിന്റെ മേൽ നമുക്ക് ചർച്ച ചെയ്യാം. വർത്തമാന സമയത്തിനനുസൃതമായി നമ്മൾ എങ്ങനെ തീവ്ര പുരുഷാർത്ഥിയാകാം, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. क्योंकि वर्तमान समय अनुसार हमें अपनी मंजिल तक पहुंचने के लिए समय बहुत कम है. വർത്തമാന സമയം അനുസരിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. और इस कम समय में हमें मंजिल तक पहुंचना है, तो अपनी पुरुषार्थी की स्पीड को तेज करना होगा. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ സ്പീഡ് വളരെ തീവ്രമാക്കണം. क्योंकि जब तक हम पुरुषार्थ तीव्र नहीं करेंगे तब तक मंजिल तक नहीं पहुंच सकेंगे. പുരുഷാർത്ഥം തീവ്രമാക്കാത്തിടത്തോളം നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുക അസാധ്യമാണ്. क्योंकि अभी समय देख रहे हैं कितना तेजी से आज कल सभी भक्त भी आज शायद 22 जनवरी में है, जनवरी है. और आजकल तो दुनिया में भी देखो राम का कितना आह्वान कर रहे हैं, तो उस परमात्मा को कितना पुकार रहे हैं और हम उस परमात्मा से मंगल मिलन मना रहे हैं. तो कितने हम भाग्यशाली. സമയത്തിന്റെ സ്പീഡ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇന്ന് ലോകം മുഴുവൻ രാമനെ ആഹ്വാനം ചെയ്യാണ്. എന്നാൽ അല്ലെ, പരമാത്മാവിനെ തന്നെയാണ് അവരെ ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പരമാത്മാവുമായി മംഗളമായ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. उसी राम राज्य में हम जाने की तैयारी कर रहे, काफी समय से तैयारी कर रहे. നമ്മൾ വളരെ കാലങ്ങളായിട്ട് ആ രാമരാജ്യത്തിലേക്ക് പോകുവാനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. इसलिए बाबा की प्रत्यक्षता जल्दी ही होने वाली है. इसलिए बाबा कहते हैं अपने पुरुषार्थ की स्पीड को बढ़ाओ. ബാബയുടെ പ്രത്യക്ഷത വളരെ വേഗത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പറയാണ് അല്ലെ, നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ സ്പീഡ് ഇപ്പോൾ വർദ്ധിപ്പിക്കണം. तो तीव्र पुरुषार्थ करना मतलब बोलो ये रात भर जा करके योग लगाना, मौनी बाबा बन करके बैठना, किसी से बात नहीं करना, कोई जंगल में जाना, इसको तीव्र पुरुषार्थ नहीं कहेंगे. തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് പർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്ന് തപസ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ മൗനമായിരിക്കണമെന്നോ, അല്ലെങ്കിൽ കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്നോ, അതൊന്നും അല്ല അതിന്റെ അർത്ഥം. कोई व्यक्ति दौड़ा फिर वापिस आया, फिर दौड़ा फिर वापिस आया, फिर दौड़ा फिर वापिस आया, कहाँ रहेगा? वही के वही रहेगा, जहां से निकला वहीं रहेगा. ഒരാൾ ഓടുകയാണ്, ഓടിയിട്ട് തിരിച്ച് നിന്ന സ്ഥാനത്തേക്ക് തന്നെ ഓടിയെത്തുന്നു, പിന്നെ ഓടുന്നു, പിന്നെയും തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ മടങ്ങി വരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. तो इसी तरह हमने भी रात भर जाकर के योग लगाया, सारा दिन परचिंतन किया, सारा दिन निगेटिव सोचा, सारा दिन देह भान में रहे, जितना दौड़े थे उतना वापिस आए. ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെ നമ്മൾ അമൃതവേള യോഗ വളരെ പവർഫുൾ ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പകല് മുഴുവൻ നമ്മൾ പരചിന്തനം ചെയ്തു അല്ലെ. നമ്മള് നമ്മുടെ സമയം പാഴാക്കി കളഞ്ഞു, അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു അല്ലെ. ഇങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? അതായത് നമ്മള് ആ പുരുഷാർത്ഥം പകല് മുഴുവൻ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ എന്താണ്, ഇവിടുന്ന് ഓടിയിട്ട് അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയ പോലെയാവും. तीव्र पुरुषार्थ मतलब अपने संकल्प को बचाना, किसी का परिचिंतन ना करना, सदा बाबा के श्रीमत प्रमाण चलना, हमारे जो ब्राह्मणों के नियम है मर्यादा उस प्रमाण चलना, ये है तीव्र पुरुषार्थ. തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ സങ്കല്പങ്ങളെ വ്യർത്ഥമാക്കി കളയരുത്, പരചിന്തനം ചെയ്യരുത് അല്ലെ, മറ്റുള്ളവരെ പറ്റി ചിന്തിച്ച് നമ്മുടെ സമയം കളയരുത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ സമയം പാഴാക്കി കളയരുത്, നമ്മുടെ വാക്കുകൾ പാഴാക്കി കളയരുത്. അപ്പോ അതാണ് തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ബാബ നൽകിയ ദിനചര്യയിലൂടെ ജീവിക്കുക, പൂർണ്ണമായിട്ടും ബാബയുടെ ശ്രീമത്തിലൂടെ ഓരോ കർമ്മങ്ങളും ചെയ്യുക. क्योंकि तीव्र पुरुषार्थ करने से आपका जमा होना चाहिए. अगर आप पुरुषार्थ करते जमा नहीं है, अनुभव नहीं है, आपका तीव्र पुरुषार्थ नहीं है.
നമ്മൾ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ നമ്മുടെ പുണ്യത്തിന്റെ സ്റ്റോക്ക് നിറയുന്നില്ല, ഈശ്വരീയ ഖജനാവുകൾ നിറയുന്നില്ല എങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും ബാക്കി നമ്മൾ എന്തെല്ലാം സേവ ചെയ്യുന്നു അല്ലെങ്കിൽ പുരുഷാർത്ഥം ചെയ്യുന്നു, പക്ഷെ നമ്മുടെ ആത്മാവിലേക്ക് ആത്മ ഉന്നതി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. क्योंकि अब हमें वापिस जाना है, इसके लिए एवर रेडी बनो. അതുകൊണ്ട് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകണം, അതിനുവേണ്ടി എവർ റെഡി ആകൂ. तो कौन कौन एवर रेडी, हाथ खड़ा करो. ആരൊക്കെ എവർ റെഡി ആകും? കൈ ഉയർത്തൂ. जाने के लिए तैयार ആരൊക്കെ है? പോകാൻ തയ്യാറായിരിക്കുന്നു? अच्छा, अले? सभी ने हाथ खड़ा किया, बहुत अच्छा है. सभी ने हाथ तो खड़ा किया, लेकिन तैयार किसको कहेंगे? അല്ലെ, तैयार എല്ലാവരും കൈ ഉയർത്തി, പക്ഷെ തയ്യാറായി എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? तैयार अर्थात जिसकी एक सेकंड में अशरीरी स्थिति बनती है, जिसके अंदर कोई पुराने संस्कार नहीं, कोई विकार नहीं, कई जन्मों के सारे विकर्म विनाश कर दिया, वो है तैयार. जो सदा निराकारी विधेयी अशरीरी में रहता है वो है तैयार. जिसके संस्कार देवताओं के समान है वो है तैयार. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ തയ്യാർ എന്ന് പറയുന്നത്? ഒരു സെക്കൻഡിൽ നമുക്ക് അശരീരി സ്ഥിതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? നിരാകാരി സ്ഥിതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെ, നമ്മൾ നമ്മുടെ ഉള്ളിലെ പഞ്ചവികാരങ്ങളെ ജയിച്ചിട്ടുണ്ടോ? അല്ലെ, എങ്കിലാണ് നമ്മൾ എവർ റെഡി. സെക്കൻഡിൽ ദേവതയുടെ സംസ്കാരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നുണ്ടോ? നമ്മളിൽ എപ്പോഴും ആ ദേവതാ സംസ്കാരം ദേവതാ ജീവിതമാണോ? और जिसको लगता है सचमुच मैं बीके बन करके जो जीवन में पाना था, मजे आ गए, मैंने कोई गलत काम नहीं किया, मैंने बहुत अच्छा काम किया, मैंने बहुत सेवाएं की, बहुत पुण्य जमा किया, वो है तैयार. അല്ലെ, ബാബയുടെ കുട്ടിയായിട്ട് യാതൊരു പാപങ്ങളും ചെയ്തില്ല, യാതൊരു തെറ്റുകളും ചെയ്തില്ല, ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തു, ശ്രേഷ്ഠകർമ്മങ്ങൾ ചെയ്തു, അല്ലെ, തന്റെ ആത്മാവിനെ ഉയർത്താനുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പുരുഷാർത്ഥം ചെയ്തു എങ്കിലാണ്, പുണ്യം നിറച്ചിട്ടുണ്ടെങ്കിലാണ് അല്ലെ നമ്മൾ തയ്യാറായി എന്ന് പറയാൻ പറ്റുള്ളൂ. तैयार उसको कहेंगे जिसने अपने आने वाली सतयुग दुनिया में बहुत सारी प्रजा बनाई, बहुत लोगों को ज्ञान सुनाया, वो है तैयार. मैंने आज तक किसी को एक को भी ज्ञान नहीं सुनाया, एक को भी बीके नहीं बनाया, प्रजा नहीं बनाई, वो काय का तैयार है? അപ്പൊ നമ്മൾ തയ്യാറെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വരാൻ പോകുന്ന സത്യയുഗ രാജ്യത്തിലേക്ക് ധാരാളം പ്രജകളെ തയ്യാറാക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ അത്രയും പ്രജകളെ നമ്മൾ തയ്യാറാക്കിയോ? ധാരാളം പേർക്ക് നമ്മൾ ബാബയുടെ ജ്ഞാനം പകർന്നു കൊടുത്തോ? ബാബയുടെ പരിചയം കൊടുത്തോ? അപ്പോഴേ നമ്മൾ തയ്യാറായി എന്ന് പറയാൻ പറ്റുള്ളൂ. आजकल कई दुनिया के लोग भी कहते हैं भगवान मुझे उठा लो, बहुत समस्या है, मुझे लेके चलो. उसको तैयार थोड़ी कहेंगे. ലോകത്തിലുള്ളവരും പറയാറുണ്ട്, ഭഗവാനെ ഞങ്ങളെ എളുപ്പം വിളിച്ചോണ്ട് പോകൂ, അല്ലെ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകൂ, കാരണം ഇവിടെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണം ഇതിനൊക്കെ നേരിടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളെ കൊണ്ടുപോകും. അതിനെ നമ്മൾ തയ്യാറെന്ന് പറയാൻ പറ്റുമോ? कई इसीलिए हाथ खड़ा करते हैं, रोज अमृत वाला उठो, रोज सेंटर पर आओ, रोज बाहर का भोजन नहीं खाओ, इसीलिए बाबा मैं तैयार हूँ लेके चलो. उसको तैयार थोड़ी कहेंगे. क्या बोला आप कई इसीलिए हाथ खड़ा करते हैं, रोज अमृत वाला उठो, रोज मुरली सुनो, इस कलयुग दुनिया में रहो, रोज बाहर का, इसीलिए कई सोचते हैं कि अब बाबा लेके चलो, सारी जो करना है इसकी झंझट पूरी हो जाएगी. അല്ലെ, ഇപ്പോ നമ്മള് ദിവസം അമൃതവേള യോഗ ചെയ്യുന്നു, അല്ലെ, നമ്മള് പുരുഷാർത്ഥം ചെയ്യുന്നു, മുരളി കേൾക്കുന്നു, അല്ലെ, പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ധാരാളം പ്രോബ്ലംസ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നു, ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആകാലോ, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകൂ എന്ന് വിചാരിക്കുന്നതിൽ കാര്യമുണ്ടോ? इसलिए अब हमें तीव्र पुरुषार्थ करके, क्योंकि अब हमारे पास समय बहुत कम है. वैसे तो बाबा ने संगम युग 100 साल का कहा था, और अभी तो 88 साल लगभग पूरा होने जा रहे हैं. സംഗമികം എന്ന് പറയുന്നത് 100 വർഷമാണ്, അതിലെ 88 വർഷങ്ങൾ കടന്നു പോവുകയാണ്. अभी हमारे हाथ में केवल 12, 13, 14 साल बाकी है. അല്ലെ, ഒരു 14 വർഷം ബാക്കിയുണ്ട്. लेकिन ये 14 साल आपका शरीर रहेगा नहीं रहेगा क्या भरोसा है? ഈ 14 വർഷം നമ്മുടെ ശരീരം ഉണ്ടാകുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ, ഗ്യാരണ്ടി ഉണ്ടോ? मम्मा कहती थी हर घड़ी को अंतिम घड़ी समझो. അതുകൊണ്ടാണ് മമ്മ പറഞ്ഞത് ഓരോ നിമിഷവും അന്തിമ നിമിഷമാണെന്ന് മനസ്സിലാക്കൂ. इसलिए अब हमें एक एक पल, एक एक सेकंड ऐसा पुरुषार्थ करना है जो जन्म जन्मांतर के मेरे विकर्म विनाश होते जाए, भविष्य के लिए मेरे संस्कार अच्छे बनते रहे. इसलिए अब हमें तीव्र पुरुषार्थ करना है.
അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ ശ്വാസവും ഓരോ നിമിഷവും നമ്മൾ പുരുഷാർത്ഥത്തിൽ സഫലമാക്കണം, അല്ലെ? അങ്ങനെ നമ്മൾ സഫലമാക്കണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വളരെ സഹജമായി നമുക്ക് നമ്മുടെ സമ്പൂർണതയിലേക്കും സമ്പന്നതയിലേക്കും പോകാൻ കഴിയണം. സത്യയുഗത്തിലെ ആ സംസ്കാരത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയണം. मेरा समय वेस्ट ना जाए, मेरे श्वास वेस्ट न जाए, हर पल कर्म योगी സദാ ബനാ കർക്കെ രഹേ. നമ്മുടെ സമയം വേസ്റ്റ് ആകരുത്, സങ്കല്പം വേസ്റ്റ് ആകരുത്. നമ്മൾ ഓരോ നിമിഷവും കർമ്മയോഗിയായിട്ട് നമ്മുടെ ജീവിതം സഫലമാകണം. तो हम तीव्र पुरुषार्थ करने के लिए क्या धारणा करें, क्या पुरुषार्थ करें जो मेरा तीव्र पुरुषार्थ रहे, सदा निरंतर योगी बन करके रहे. തീവ്ര പുരുഷാർത്ഥം ചെയ്യാൻ, നിരന്തര യോഗിയായിരിക്കാൻ നമ്മൾ എന്ത് ധാരണയാണ് ചെയ്യേണ്ടത്, എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? तो तीव्र पुरुषार्थ करते समय हमारे जीवन में क्या क्या विघ्न आते हैं, जिससे मेरा तीव्र पुरुषार्थ के बजाय ब्रेक लग जाता है. जैसे गाड़ी स्पीड में चढ़ रहे हैं और अचानक ब्रेकर आ गया तो क्या होता है, गाड़ी की स्पीड कम करनी पड़ती. തീവ്ര പുരുഷാർത്ഥം ചെയ്യുമ്പോൾ അല്ലെ വിഘ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നു, അല്ലെ? അപ്പൊ ആ വിഘ്നങ്ങൾ വരുമ്പോഴെന്താ സംഭവിക്കുക, അല്ലെ? നമ്മളിങ്ങനെ വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വിഘ്നങ്ങൾ വന്നാൽ ഭയങ്കരമായിട്ട് നമുക്ക് ബ്രേക്ക് ഇടേണ്ടതായിട്ട് വരും. तो हमारे तीव्र पुरुषार्थ के कौन से ब्रेकर्स है और उस ब्रेकर को तोड़ो और तब जाकर के आपका तीव्र पुरुषार्थ हो जाएगा, समय पर मंजिल तक पहुंच जाएंगे. അതുകൊണ്ട് നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിന്റെ പാതയിൽ എന്തെല്ലാം തടസ്സങ്ങൾ വരുന്നുണ്ട്, ആ തടസ്സങ്ങളെ സമാപ്തമാക്കി എങ്ങനെ നമുക്ക് തീവ്ര വേഗതയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. क्योंकि जैसे ट्रेन चलने के समय 3 सीटी मारी जाती है, 2 सीटी तो लग गई, उसके बाद अब तीसरी लास्ट की सीटी होगी, ट्रेन चल पड़ेगी. എങ്ങനെ ട്രെയിൻ പോകുന്നതിന് മുമ്പായിട്ട് 3 വിസിൽ വിളിക്കും. 2 വിസിൽ വിളിച്ചു കഴിഞ്ഞിട്ട് 3ാമത്തെ വിസിൽ വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. जैसे कल हम लोग स्टेशन पर गए, जैसे गए बस सीढ़ी उतर रहे थे तब तक ट्रेन चल पड़ी. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറാൻ വേണ്ടിയപ്പോ ഒരു 2 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടേക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴേക്കും 3ാമത്തെ വിസിൽ വിളിച്ചു, വണ്ടി പോയി. तो इसलिए तो तीव्र पुरुषार्थ के कौन से ब्रेकर्स है, जो मेरा पुरुषार्थ कमजोर हो जाता है, ढीला हो जाता है, वो ब्रेकर के ऊपर हमने चर्चा करेंगे. അപ്പോ നമ്മളുടെ തീവ്ര പുരുഷാർത്ഥത്തില് എന്താണ് നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്, ആ തടസ്സങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. तो सबसे पहला ब्रेकर है पर चिंतन, पर दर्शन करना, किसी के दोष देखना. ദോഷ് ദേഖന. അപ്പൊ നമ്മള് നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിന്റെ മാർഗത്തിൽ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കാത്തത് പരചിന്തനം, പരദർശനം. പരചിന്തനം, പരദർശനം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ അത് എന്ത് സംഭവിക്കുന്നു, മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ ദുർഗുണങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പുരുഷാർത്ഥത്തിലാണ് വലിയ തടസ്സമായിട്ടത് മാറുന്നു, മുന്നോട്ട് പോകാൻ പറ്റില്ല. क्योंकि जब हम किसी के दोष देखते हैं, अवगुण देखते हैं, पर चिंतन करते हैं, तो हम कर्म योगी नहीं बन सकते. മറ്റുള്ളവരുടെ അവഗുണങ്ങളെ കണ്ട് പരചിന്തനം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും കർമ്മയോഗിയാകാൻ സാധ്യമല്ല. पर चिंतन करने से, किसी के दोष देखने से, अवगुण देखने से वायुमंडल खराब कर लेते हैं. പരചിന്തനം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ, ദുർഗുണങ്ങൾ കാണുമ്പോൾ, ദോഷങ്ങൾ കാണുമ്പോൾ അല്ലെ എന്താ സംഭവിക്കുന്ന, വായുമണ്ഡലം ദുഷിക്കുന്നു. इतना ही नहीं, और चिंतन करने से, किसी के दोष देखने से, अवगुण देखने से बाबा हमें प्यार नहीं करेगा, बाबा से हमारा योग भी नहीं लगेगा. പരചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുടെ കുറവുകളും ദോഷങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുകയാണ്, കൊണ്ട് നടക്കുകയാണ് എങ്കിൽ ബാബ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല, ബാബയുടെ സ്നേഹം നമുക്ക് ലഭിക്കുകയേ ഇല്ല. हमारी खुशी गायब हो जाएगी. നമ്മുടെ സന്തോഷം അപ്രത്യക്ഷമാകും. इतना ही नहीं, पर चिंतन करने वालों के दिमाग में ज्ञान की पॉइंट्स, खुशी की पॉइंट, नशे की पॉइंट नहीं रहेगी. അതുകൊണ്ട് പരചിന്തനം ചെയ്യുന്ന കുട്ടികളുടെ ബുദ്ധിയില് ജ്ഞാനചിന്തനം ഉണ്ടാകില്ല, ജ്ഞാനം ഉണ്ടാകില്ല, അല്ലെ സന്തോഷം ഉണ്ടാകില്ല, അല്ലെ ചുറുചുറുക്കം ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. उसका टाइम वेस्ट हो जाएगा, समय वेस्ट हो जाएगा.
അവരുടെ സമയം ഒരുപാട് പാഴാകും അല്ലെ, അവരുടെ സങ്കല്പങ്ങളെല്ലാം പാഴാകും. और जो भी वो कुछ करता है वो वेस्ट के खाते में जमा हो जाता है. वो तीव्र पुरुषार्थ के बजाय उसका ढीला पुरुषार्थ होगा. അവരുടെ ചിന്തയും വാക്കും കർമ്മവും എല്ലാം വ്യർത്ഥതയിലേക്ക് പോകും അല്ലെ, ഒരുപാട് വ്യർത്ഥതയാണ്. അതുകൊണ്ട് അവർക്ക് തീവ്ര പുരുഷാർത്ഥിയാകാൻ ഒരിക്കലും സാധിക്കുന്നില്ല. और चिंतन करने से, किसी के दोष देखने से उस व्यक्ति के प्रति नफरत आती है, घृणा आती है, उसे हम एक किनारा कर लेते हैं. അല്ലെ, നമ്മൾ പരചിന്തനം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്നു, ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ വളരെയധികം ദൂരേക്ക് പോകുന്നു. तो ये परचिंतन हमारे तीव्र पुरुषार्थ का बहुत बड़ा ब्रेकर है. അതുകൊണ്ട് പരചിന്തനം എന്ന് പറയുന്നത് നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിന്റെ മാർഗത്തിലെ ഏറ്റവും വലിയ തടസ്സമാണ്. अब किसी के घर में जाओ, उनके बच्चे बैठे हैं, बाप भी बैठा, बच्चों को कहेंगे बच्चा ठीक नहीं, ये तो नालायक है, ऐसा करता है वैसा करता है, और बाप को कहेंगे आप बहुत अच्छे, आप कितने अच्छे, बाप कहेगा तुम पहले यहाँ से भाग जाओ. हाँ, क्योंकि हर मम्मी पापा को अपने बच्चे प्यारे होते हैं. എങ്ങനെ നമ്മള് ആരുടെങ്കിലും വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ള അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ട്, അവരുടെ കുട്ടിയെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറയാണ് എങ്കില് ആ അച്ഛൻ എന്തായിരിക്കും പറയാ, താങ്കൾ ആദ്യം ഒരു ആശീർവാദം നൽകൂ എന്നാ പറയാ, ആശീർവചനം പറയും. इसी तरह सारा दिन कहेंगे बहन ऐसे, वो भाई ऐसा है, वो ऐसा है, वो ऐसा है, भाभी ऐसे, पड़ोसने ऐसे, दूसरे के दोस्त देखेंगे और शाम को योग में बैठेंगे, मीठे बाबा, प्यारे बाबा, अब शांति के सागर, दही के सागर. बाबा कहेगा मैं भूल गया, मुझे याद दिला रहे, पहले तुम यहाँ से भाग जाओ. क्योंकि सारे संसार के जितने भी लोग हैं किसके बच्चे, बाबा के बच्चे. अगर उन्हीं की गिलानी करेंगे, उन्हीं के दोस्त देखेंगे, अवगुण देखेंगे और बाबा की महिमा करेंगे तो योग कैसा लगेगा. इसलिए तीव्र पुरुषार्थ करने के लिए परचिंतन, परदर्शन बहुत बड़ा विघ्न है. അല്ലെ, ഇപ്പൊ നമ്മള് ദിവസം മുഴുവൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ലെ, എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുക, അവരുടെ കുറവുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക അല്ലെ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമ്മൾ ഈ സന്ധ്യക്ക് യോഗം ചെയ്യാനിരിക്കുന്ന സമയത്ത് എത്ര സ്നേഹത്തോടു കൂടി നമ്മൾ ബാബയെ ഓർമ്മിച്ചാലും ബാബയുടെ മഹിമകൾ പാടിയാലും അല്ലെ, ബാബ നമ്മളിൽ നിന്ന് എപ്പോഴും ദൂരെയായിരിക്കും അല്ലെ, ബാബ നമ്മളെ ദൂരേക്ക് പൊയ്ക്കോളാൻ പറയും നമ്മളോട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ദിവസം മുഴുവൻ എന്താണ് നമ്മുടെ മനസ്സില്, എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും. और सरस्वती किसके ऊपर बैठे, हंस के ऊपर बैठे, कौवे के ऊपर सरस्वती माँ थोड़ी बैठी है. इसी तरह जो परचिंतन करता है, परदर्शन करता है, उसके दिमाग में ज्ञान की सरस्वती, ज्ञान के पॉइंट्स नहीं बैठ सकेंगे. അതുകൊണ്ട് സരസ്വതി എങ്ങനെയാണ്, ഹംസവാഹിനിയാണ് അല്ലെ, ഹംസത്തിന്റെ മേലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആരാണോ പരചിന്തനവും പരദർശനവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് ഒരിക്കലും ജ്ഞാനത്തിന്റെ സരസ്വതി വരികയില്ല. അവരുടെ മനസ്സിൽ ജ്ഞാനം ഉണ്ടാവില്ല, ജ്ഞാനത്തിന്റെ പോയിന്റുകളും ജ്ഞാന ചിന്തനവും ഉണ്ടായിരിക്കില്ല. अब जब सरस्वती नहीं बैठी, दिमाग में ज्ञान ही नहीं है, तो उसको जो चेहरे में खुशी होनी चाहिए, जो आत्मिक स्थिति होनी चाहिए, जो मनन चिंतन करना चाहिए, जो परमधाम दिखना चाहिए, वो सारा बंद हो जाता है. इसलिए पुरुषार्थ ढीला होने का कारण है ये पर चिंतन पर दर्शन. അതുകൊണ്ട് പരചിന്തനം ആരാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, ആ കുട്ടികൾക്ക് ഒന്ന് ജ്ഞാനമാകുന്ന സരസ്വതി അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല. അവർക്ക് ജ്ഞാനത്തെ ധാരണ ചെയ്യാൻ പറ്റില്ല, ജ്ഞാന മനനം ചെയ്യാൻ പറ്റില്ല, ബാബയുടെ ഓർമ്മയിലിരിക്കാൻ പറ്റില്ല അല്ലെ, ഇതൊന്നും അവരുടെ മനസ്സിൽ ബാബ നൽകുന്ന ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല, അതിനവിടെ സ്ഥാനമില്ല. പകരം അവരുടെ മനസ്സിൽ മുഴുവൻ ആ ചപ്പുചവറുകളാണ്. इतना ही नहीं, पर चिंतन करने वालों के बुद्धि को ताला लग जाता है. अब जिसके बुद्धि को ताला लगा हुआ है, बुद्धि बंद है, उसको ना परमधाम दिखता है ना परमात्मा दिखता है, बुद्धि भटकती है, मन भटकता है, वो पुरुषार्थ ढीला हो गया. तीव्र पुरुषार्थ के बजाय उसकी 0 स्पीड हो गई. ആരാണോ പരചിന്തനം ചെയ്യുന്നത് അവരുടെ ബുദ്ധി ലോക്കായി പോകും. ബുദ്ധി ലോക്കായി പോകുന്ന പറഞ്ഞാൽ പിന്നെ ബാബയെ ഓർമ്മിക്കാൻ പറ്റില്ല അല്ലെ, ബാബയുടെ അടുക്കൽ നമ്മൾ ഇരിക്കുന്നൊന്നും ഭാവനയില് കാണാൻ പറ്റില്ല, അനുഭവം ചെയ്യാൻ പറ്റില്ല, ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കില്ല, പുരുഷാർത്ഥം വളരെ അയഞ്ഞു പോകും, ലൂസാവും, പുരുഷാർത്ഥത്തില് വളരെയധികം നമ്മൾ പിന്നോട്ട് പോകും. इसलिए जैसे कोई फैक्ट्री से धुआं निकलता है तो गवर्नमेंट क्या करते हैं, उसको बंद करते हैं क्योंकि पॉल्यूशन हो रहा है. इसी तरह अगर हम भी परचिंतन का धुआं निकालेंगे काला,
तो ऊपर से बाबा देखेगा परम धाम से एक केरला के कौन सी फैक्ट्री से धुआं निकल रहे, तो उसके बुद्धि का ताला ही बंद कर देगा। अब जिसका ताला बंद हो गया वो कहीं कहीं नहीं रहा। इसलिए ये पर चिंतन की धारणा के ऊपर कई बार मुरली में बाबा कहते हैं, बच्चे झगमई नहीं करो, बच्चे किसी का परिचिंतन नहीं करो। ये क्यों कहता है? क्योंकि इससे हमारा पुरुषार्थ में ढीलापन आता है। അതായത് ഇങ്ങനെ നമ്മളൊരു ഫാക്ടറിയിൽ നിന്ന് പുക വരികയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പുക നമ്മുടെ വീട്ടിലും പടരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാതിലുകളെല്ലാം നമ്മൾ അടയ്ക്കുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ഈ പരചിന്തനം പരദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി പൂട്ടപ്പെടുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ബാബയുടെ ഓർമ്മയിലിരിക്കാൻ സാധ്യമല്ല. ജ്ഞാനം അല്ലെ നമ്മുടെ ബുദ്ധിയിൽ തങ്ങി നിൽക്കുന്നതേ ഇല്ല അല്ലെ. അപ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ പിന്നോട്ട് പോവാണ്. പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. कई कहते हम करते नहीं, कोई आकर के सुनाता तो क्या करे? क्यों सुनाता है? हम सिर हिलाते, अच्छा अच्छा और क्या हुआ? जब सिर हिलाने का तो सुनाने वाले को इंटरेस्ट आएगा। इसलिए कोई भी ऐसी बातें सुनाता है, सिर को पकड़ कर रखो, हाँ भी नहीं करो ना भी नहीं करो। അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറയാ ഞാൻ അങ്ങനെയൊന്നും ആരോടും മാറിയൊന്നും പറയാറില്ല. പക്ഷെ മറ്റുള്ളവർ എൻ്റെ അടുക്ക വന്നിട്ട് പറയാണ്. അപ്പൊ അതാണ് ഈ പരചന്തനം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോ അവര് പറയുമ്പോ നമ്മൾ എന്തിനാണ് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ കേൾക്കുന്നത് അല്ലെ? അങ്ങനെയുള്ളവര് അങ്ങനെ പരചന്തനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, മറ്റുള്ളവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആന്നും പറയാൻ പാടില്ല, ഒന്നും പറയണ്ട. നമ്മളത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഇരിക്കണം. അതിൽ യാതൊരു താല്പര്യം കാണിക്കരുത്. कोई उल्टी करता है, क्यों करता है वोमिटिंग? क्योंकि चटपटी चीजें खाई, सड़ा हुआ खाया, गला हुआ साया खाया, पेट में डाइजेस्ट नहीं हुआ, फिर वो क्या करता? रात में नींद नहीं आएगी तो क्या करेगा? उल्टी करेगा। उल्टी किस में की जाती है? वॉश बेसिन में। और कोई उल्टी करता है तो हमको अच्छा नहीं लगता, नाक बंद करके उसको कहते उधर जा वॉश बेसिन में जा। അല്ലെ? ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ബേക്കറി പലഹാരം അത് ഇതൊക്കെ മേടിച്ച് കഴിച്ചു, കൂടുതൽ കണ്ട എണ്ണയിലൊക്കെ വറുത്ത സാധനം അത് ഇതൊക്കെ കഴിച്ച് നമ്മുടെ വയറിന് പിടിച്ചില്ല. അപ്പൊ നമുക്ക് വയറിന് ആകെ അസ്വസ്ഥതയായിരിക്കും, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആകെ നമ്മൾ അസ്വസ്ഥനായി അവസാനം ഇത് നമ്മൾ എന്ത് ചെയ്യും? ഛർദ്ദിക്കുമ്പോൾ നമ്മൾ വാഷ് ബേസിനിൽ പോയി ഛർദ്ദിക്കും അല്ലെ? അപ്പൊ ആരെങ്കിലും ഛർദ്ദിക്കുകയാണെങ്കിൽ നമ്മൾ മൂക്കും പൊത്തി അവിടെ നിന്ന് എണീറ്റ് പോകും അല്ലേ? ഇതുപോലെ മറ്റുള്ളവർ പരചിന്തനം ചെയ്യുന്നതും മറ്റുള്ളവരുടെ കുറ്റം കുറവും എന്ന് പറയുന്നത് നിങ്ങൾ എന്താ വാഷ് ബേസിനാണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുക്കൽ വന്നത് ഛർദ്ദിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ, അത് എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുക? तो ये परचिंतन भी एक उल्टी है। और ये उल्टी कहाँ जी परचिंतन कहाँ किया जाता है? कान में। तो कान कोई वॉश बेसिन तो नहीं है ना? वैसे आकार कैसा है? सुंदर सा वॉश बेसिन है और बीच में एक नली भी है, होल भी है उसको। हाँ, जैसे उल्टी आते हैं तो हम वॉश बेसिन में जाते हैं, तो किसी को परचिंतन आता है तो क्या करता है? और हर एक का वॉश बेसिन फिक्स है। जब तक उसको नहीं सुनाएंगे चैन नहीं आएगी, नींद नहीं आएगी, तो उसको वॉश बेसिन को फोन करके कहता है आ जाओ, वंडरफुल बात सुनाता हूँ। बड़ा चटपटी चीजें देखता है, सुनता है, फिर उसको बुला करके वॉश बेसिन में बड़ा खुश होकर के आता है, बताओ क्या हुआ? इसलिए ऐसी बातें सुनने से दिल में बाबा कैसा रहेगा? खुशी कैसी रहेगी? इसलिए पर चिंतन की बातों से बच करके, ये समय पर चिंतन करने का, किसी को देखने का नहीं है। ये पुरुषार्थ है, तीव्र पुरुषार्थ का। അല്ലേ? അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് പരചിന്തനം ചെയ്യാനുള്ള സമയമല്ല, തീവ്ര പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയമാണ്. അപ്പോ മറ്റുള്ളവർ വന്നിട്ട് നമ്മളോട് പരചിന്തനത്തിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കുമ്പോൾ അവര് ഈ വാഷ് ബേസിനിൽ പോയി ഛർദ്ദിക്കുന്ന പോലെ എന്താണ്, നമ്മുടെ കാതാണ് വാഷ് ബേസിൻ അല്ലെ? നമ്മുടെ കാതിലാണ് വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലെ? അപ്പോ എന്താ അവര് നമ്മളുടെ അടുക്ക വന്ന് ഛർദ്ദിക്കുന്നത് പോലെയാണ് അല്ലെ? നമ്മളത് അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയല്ല, അത് നമ്മളുടെ പുരുഷാർത്ഥത്തിലെ വളരെ വലിയ വിഘ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. इसलिए पर चिंतन से बचना। पर चिंतन करने वाला न सुख का अनुभव करता है, न शांति का अनुभव करता है, न आत्मा अनुभव करता है, न परमात्मा अनुभव करता है। അപ്പൊ പരചിന്തനം ചെയ്യുന്നവർക്ക് ശാന്തി ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, അവർക്ക് ആത്മസ്മൃതി ഉണ്ടാവില്ല, പരമാത്മസ്മൃതി ഉണ്ടാവില്ല. एक शिष्य था, भगवान के पास जाता है, कहता है भगवान मैं बहुत आगे बढ़ना चाहता हूँ, मैं तीव्र पुरुषार्थ करना चाहता हूँ, मैं जीवन में शांति सुख का अनुभव करना चाहता हूँ। तो भगवान ने कहा ठीक है, मैं तुम्हें उसके लिए वरदान देता हूँ और साथ में 2 थैले देता हूँ।
വേറെ ഇവിടെ പെഡസ്റ്റൽ ഫാൻ ഉണ്ടോ? क्या चीज? വായിക്ക് വായി വേർക്കുന്നു. क्या चीज? नहीं फैन आपको नहीं नहीं नहीं, बस इतना हाँ सा? बहुत और आपको नहीं, ऐसा ना लगा ना मुझे? ना 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 अच्छा ठीक. വേണ്ടെന്ന് വേണ്ടെന്ന്. नहीं नहीं. ഓക്കെ. വായി പറഞ്ഞത് എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. अभी क्या बोला आप? एक एग्जाम्पल मैं सुना रहा हूँ. एक शिष्य था, भगवान के पास जाता है, कहता है भगवान मैं जीवन में आगे बढ़ना चाहता हूँ, मैं उन्नति करना चाहता हूँ, सुख शांति की अनुभूति करना चाहता हूँ. भगवान ने कहा ठीक है, मैं तुम्हें इसके लिए वरदान देता हूँ और साथ में 2 थैले देता हूँ. അപ്പൊ ഒരു ശിഷ്യൻ വന്നിട്ട് ഗുരുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, എനിക്ക് ശാന്തി വേണം, സമാധാനം വേണം, അല്ലെ, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ പറയും, ശരി, നിനക്ക് ഞാൻ 2 സഞ്ചി തരാന്ന് പറയും. तो भगवान ने कहा एक थैले को तुम पीठ के पीछे रखना और दूसरे थैले को आगे रखना. भगवान ने कहा जो पीठ के पीछे थैला है उसके अंदर तुम्हारे आस पास पड़ोस में जो भी लोग रहते हैं उस सभी के अंदर जो बुराई है, दोष है, उसकी चिट्ठियां बना करके डाली है. उस थैले को बांध करके पीछे रखना और आगे वाले थैले में तुम्हारी खुद के अंदर की बुराई है, उसकी चिटके हैं, उसको आगे रखना और उसको खुला रखना. जब भी टाइम मिलता है हाथ डालो, देखो मेरे अंदर क्या बुरा है, उसको परिवर्तन करना. तुम्हें सुख मिलेगा, शांति मिलेगा, तुम बहुत आगे बढ़ सकोगे. ഇപ്പൊ 2 സഞ്ചി കൊടുത്തല്ലോ. ഒരു സഞ്ചി പുറത്ത് കെട്ടിയിടാൻ പറഞ്ഞു, ഒരു സഞ്ചി ഫ്രണ്ടിൽ കെട്ടിയിടാൻ പറഞ്ഞു. എന്നിട്ട് പുറകിലുള്ള സഞ്ചിയില് അയൽവക്കക്കാരുടെയും ചുറ്റുപാടുള്ളവരുടെയും എല്ലാ കുറവുകളും കുറ്റങ്ങളും ദുർഗുണങ്ങളും എഴുതി കടലാസിൽ എഴുതിയിട്ടിടാൻ പറഞ്ഞു. ഫ്രണ്ടിലുള്ള സഞ്ചിയില് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളും കുറവുകളും അല്ലെ ദുശീലങ്ങളും അതൊക്കെ എഴുതിയിടാൻ പറഞ്ഞു. എന്നിട്ട് നിനക്ക് സമയം കിട്ടുമ്പോ ഫ്രണ്ടിലുള്ള സഞ്ചിയില് തന്റെ കുറവുകളും കുറ്റങ്ങളും എഴുതിയിട്ടില്ലേ, അതെടുത്ത് നോക്കിയിട്ട് സ്വയത്തിനെ പരിവർത്തനം ചെയ്യാൻ പറഞ്ഞു. वो थैले लेके चला गया. कुछ साल के बाद क्या करता है, वो पीछे का थैला आगे किया और आगे का थैला पीछे किया और अपनी बुराई को बांध करके पीछे रखता है और दूसरे की बुराई को थैले को खोल दिया, हाथ डाल करके देखा, अच्छा फलाना ऐसा है, ये ऐसा है. वो खुद तो सोचता है, दूसरे को भी बुला करके कहता है वंडरफुल, तुमको पता है वो ऐसा है, वो ऐसा है. तो थैले उल्टे करने से उसके वरदान उल्टे हो गए. അപ്പോ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആളെന്ത് ചെയ്തു, പുറകിലുള്ള സഞ്ചി എടുത്ത ഫ്രണ്ടിലും ഫ്രണ്ടിലുള്ള സഞ്ചി എടുത്ത് പുറകിലിട്ടു. എന്നിട്ട് എപ്പോഴും എന്താണ്, ഈ ഫ്രണ്ടിൽ എടുക്കുന്ന മറ്റുള്ളവരുടെ കുറ്റം കുറവുള്ള സഞ്ചിയല്ലേ ഫ്രണ്ടില്, അതെടുത്തിട്ട് ഇവരിങ്ങനെയാണോ ഇവരങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഈ കുറവുകളെ കുറിച്ച് കാണാൻ തുടങ്ങി. और अपनी बुराई को क्या करता है, बांध करके पीछे रखता है. തന്റെ കുറവുകളെല്ലാം കെട്ടി പിന്നിലിട്ടു. और दूसरे की बुराई को चिटकी को निकाल करके देखता है, खुद सोचता है, फिर दूसरों को भी बुला करके उनको सुनाता है, तुमको पता है, तुम तो बुद्धू है, उसके अंदर ये है, वो ऐसा करता है, वो ऐसा करता है. അങ്ങനെ ഈ ഇതിൽ നിന്നാണല്ലോ എടുത്തു നോക്കുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം. അപ്പൊ എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളാണ്. അപ്പൊ ബാക്കിയുള്ളവരോട് പറയും, അറിയോ ഇവരിങ്ങനെയാണ്, ഇവര് ഈ സ്വഭാവം കാണിക്കുന്നുണ്ട്, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. तो इसके कारण वो दुखी हो गया, परेशान हो गया. फिर कुछ समय के बाद भगवान के पास आता है, कहता है भगवान मुझे सुख मिला ही नहीं, मुझे शांति मिली नहीं. भगवान ने कहा अच्छा तुमको जो मैंने थैले थे उसको कहाँ रखा था? कहते हैं भगवान मेरे से कई बार ये भूल हो गई थी, मैंने पीछे का थैला आगे किया था. भगवान ने कहा यही तुम्हारे दुखों का कारण है. അപ്പൊ പിന്നെയും എന്നിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും എന്തായി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് ഭയങ്കര ദുഃഖിതനും അശാന്തനും അസ്വസ്ഥനും ഒക്കെ ആയിട്ട് മാറി. അപ്പൊ വീണ്ടും ഭഗവാന്റെ അടുത്ത് എന്താ പറയും, ഭഗവാനെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ദുഃഖാണ്, അശാന്തിയാണ്, അങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഭഗവാൻ ചോദിക്കും, അതെന്താ നിനക്ക് അങ്ങനെ സംഭവിച്ചത് അല്ലെ? അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണ്, ആളുടെ സ്വന്തം കുറവുകളുടെ സഞ്ചി എടുത്ത് കെട്ടി പുറകിലിട്ടിരിക്കുകയാണ് അല്ലെ, മറ്റുള്ളവരുടെ കുറവുകളെയാണ് ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നിന്റെ എന്താണ്, നിന്റെ ദുഃഖത്തിന്റെയും അശാന്തിയുടെയും കാരണം എന്ന് പറയും. ये कहानी किसी और की नहीं, ये हमारी अपनी कहानी है. ഇത് ആ ശിഷ്യന്റെയും ഗുരുവിന്റെയും കഥയൊന്നുമല്ല, നമ്മളുടെ സ്വന്തം കഥയാണ്. आज हम यहाँ भी आते हैं किसी लिए थोड़ा सुख मिल जाए, शांति मिल जाए, जीवन में आगे बढ़े, तीव्र पुरुषार्थ करें. तो बाबा कहता है ठीक है बच्चे, मैं तुमको वरदान देता हूँ, लेकिन साथ में 2 थैले देता हूँ. दूसरे की बुराई को पीछे रखना और अपनी बुराई को आगे रखना. लेकिन हम बाहर जाकर के क्या करते हैं, थैले को बदल देते हैं, पीछे के थैले को आगे करते हैं और आगे के थैले को पीछे करते हैं.
അപ്പൊ നമുക്ക് സുഖവും ശാന്തിയും സമാധാനവും ഒക്കെ വേണമെന്ന് ബാബയോട് പറയുമ്പോ അല്ലെ ബാബ 2 സഞ്ചി തരും. എന്നിട്ട് പറയും അല്ലെ മറ്റുള്ളവരുടെ കുറവുകളുടെ സഞ്ചി പുറകിലിട്ടേക്കണം, അല്ലെ സ്വന്തം സഞ്ചി ഫ്രണ്ടിലിട്ടേക്കണം, സ്വന്തം കുറവുകളുടെ സഞ്ചി. അല്ലെ നമ്മൾ എന്ത് ചെയ്യും? ബാബ പറയുന്നതെല്ലാം കേട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കുറവുകളുടെ സഞ്ചി ഫ്രണ്ടിലിടും, അല്ലെ നമ്മുടെ കുറവുകളുടെ സഞ്ചി കൂട്ടിക്കെട്ടി ബാക്കിലിടും. इसलिए अगर आज से मुझे तीव्र पुरुषार्थ करना है, इस थैले का ध्यान रखो। आज से कभी भी पीछे रखना मतलब किसी को देखते हुए भी नहीं देखो। दूसरों को बदलने का ठेका बाबा का है और खुद को बाबा ने आपको ठेका दिया खुद को बदलने का, लेकिन हम दूसरों को देखते रहे तो वो ऐसा करता है, वो ऐसा करता है। इसलिए पर चिंतन करने से हमारे पुरुषार्थ में एक प्रकार का ब्रेकर आता है, पुरुषार्थ ढीला होता है। इसलिए अब यहाँ इस भट्टी से हमें पक्का करना है, मुझे किसी का परचिंतन नहीं करना। അതുകൊണ്ട് പരചിന്തനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ വളരെയധികം പിന്നിലോട്ട് പോകും. അത് കാരണം നമ്മൾ സ്വചിന്തനം ചെയ്യണം, അല്ലെ? പരചിന്തനം എന്നുള്ളത് പുറകിലേക്ക് ഇടാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണ്? കാരണം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടിട്ട് നിങ്ങൾ കാണണ്ട, അവരെ ബാബ നേരെയാക്കിക്കൊള്ളും, അല്ലെ? അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കണ്ടിട്ട് കാണാതിരിക്കുക, അല്ലെ? സ്വന്തം കുറവുകളെ പരിവർത്തനം ചെയ്യുക, സ്വപരിവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, സ്വദർശനം ചെയ്യുക, അല്ലെ? അതിലൂടെ നമ്മളുടെ ആത്മ ഉന്നതി ഉണ്ടാകുന്നു. और वैसे तो भाई लोग भी करते हैं, लेकिन माताएं ज्यादा ही थोड़ा परिचिंतन करते हैं. ഭായിമാരും പരചിന്തനം ചെയ്യുന്ന കൂട്ടത്തിലാണ്, എങ്കിലും കൂടുതൽ പരചിന്തനം എന്ന് പറയുന്നത് അമ്മമാരാണ്. क्योंकि माताओं में सहन शक्ति ज्यादा है कम है? അമ്മമാരിലെ സഹനശക്തി കൂടുതലാണോ കുറവാണോ? माताएं सहन तो कर लेते, पति ने कुछ बोला थप्पड़ थोड़ी मारेंगे, चुप तो बैठेगी, लेकिन जैसा पति ऑफिस में या खेती में चला गया पड़ोसने के बाद जाकर बैठेगी, फिर पूछेगी खाना खाया, अरे कहीं के क्या खाओ, मेरे पति ने ऐसा बोला वैसा बोला, वो कहेगी मेरा भी कोई कम है क्या? वो अपने घर की सुना रहे हो, अपने घर, इसको कहते परचिंतन. അല്ലെ? അപ്പൊ അമ്മമാർക്ക് സഹിക്കാനുള്ള ശക്തിയുണ്ട്. ഭർത്താവ് ഒരു അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മിണ്ടത്തില്ല, ആ സമയത്ത് മിണ്ടുന്നില്ല. ഭർത്താവ് ജോലിക്കെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന്, അല്ലെ, അവരുടെ ഭർത്താവിന്റെ കാര്യം പറയും, അവര് ഇവരുടെ ഭർത്താവിന്റെ കാര്യം പറയും, അല്ലെ? ഒത്തിരി സഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവരുടെ കുറവുകളും ഭർത്താവിന്റെ കുറവുകളൊക്കെ പറയും. वो कभी कभी वो कहेगी भाई, कभी कभी धमकाती हूँ, तुम भी कम नहीं करना, नहीं तो सिर पर बैठेगा, अभी से कंट्रोल में रख, नहीं तो फिर तुमको मुश्किल हो जाएगा. बस वो परचिंतन की बातें सुन के आई, सारा दिन वही चिंतन चलता है. शाम को आएगा धमकाऊंगी, मैं भी कोई कम हूँ क्या, मैं भी कुछ की अर्धांगिनी हूँ, बस चिंतन. जब शाम को आता है पानी मांगता है, कैसे देंगे? ले तेरे को हाथ नहीं, गुस्से से पानी दिया, खाना गुस्से से बनाया, कहाँ योग लगेगा? അപ്പോ അടുത്താള് പറയും, ഇങ്ങനെ അടിമേടിച്ചോണ്ടിരിക്കുന്നു വേണ്ടട്ടാ. അടിമേടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇനി അടി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അത് കാരണം താങ്കളുടെ പവർ ഒന്ന് കാണിക്കണം, എന്നെ വിട്ടുകൊടുക്കരുത് എന്നൊക്കെയായിരിക്കും ഈ പരചിന്തന അങ്ങോട്ടുള്ള ചർച്ചയിലെ ഉപദേശങ്ങള്. അപ്പൊ വൈകിട്ട് ഭർത്താവ് വരുമ്പോഴെന്താണ്, ഒരു ഗ്ലാസ് വെള്ളം തന്നെന്ന് പറയുമ്പോ ഇതാ വെള്ളം എന്ന് പറയും. പിന്നെ എന്താണ്, ആഹാരം പോലും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഒക്കെ. इसलिए माताओं को सहन शक्ति की देवी बननी है. जो सहन करता है पर चिंतन से मुक्त बनेगा. ആരാണ് അമ്മമാര് സഹനശക്തിയുടെ ദേവിയാകണം, അല്ലെ? ആരാണ് സഹനശക്തിയുടെ ദേവതയാകുന്നത്? അവർക്ക് പരചിന്തനത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും. क्योंकि जो परचिंतन करता है, किसी के दोष देखता है, याद रखना इस ज्ञान मार्ग से चला जाएगा. അതുകൊണ്ട് ആരാണോ പരചിന്തനം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ദോഷങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവര് ജ്ഞാനമാർഗത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും. കാരണം അവർക്ക് ധാരണ ചെയ്യാനും പുരുഷാർത്ഥത്തിൽ വരാനും പറ്റില്ല. कहाँ आया था हरि भजन करने के लिए, उठने लगे कपास. क्या हरि भजन करने के लिए आया था, लेकिन उठने लगे कपास. कपास मतलब रुई. कपास रुई को बोलते कपास. कहावत है ये हिंदी में. റോയി മാലുമേ. അതായത് ഹരി എന്ന് ഭജിക്കാനാണ് വന്നത്, അല്ലെ? അപ്പോ പക്ഷെ പുറത്തു വരുന്നതെല്ലാം പഞ്ഞിയാണെന്നോ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ലത്. അത് ഒരു ചൊല്ലാണ് പറഞ്ഞത്, ചൊല്ല്. मतलब वो हरि भजन करने के लिए आया था, रुई को लेकर के उसको बिनना शुरू कर दिया सब.
അതായത് ഹരിയെ ഭജിക്കാൻ വന്നതാണ്. പക്ഷെ ഭജിക്കുന്നതിന്റെ ഇടയിൽ എന്തുവാണ് ചെയ്യുന്നത്? എന്തുവാ ഈ പഞ്ഞി പറിച്ച് കളയുക. आए थे अपनी उन्नति करने के लिए, फिर फलानी बहन जी ऐसे वो ऐसे करे, वो चिंतन में लग गया। ബാബയുടെ അടുക്കൽ വന്നത് തന്റെ ആത്മ ഉന്നതി ചെയ്യാനാണ്, പരിവർത്തനം ചെയ്യാനാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ബഹൻജി ഇങ്ങനെ കാണിക്കുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, അങ്ങനെയാണ്, ഇങ്ങനെ എല്ലാവരുടെയും കുറ്റം കുറവ് കണ്ടോണ്ടിരിക്കും. और वो धीरे धीरे बाबा कभी कभी ये भी कहता है, मेरे अच्छे अच्छे बच्चे थे, बहुत ज्ञान योग करते थे, सेवा भी बहुत करते थे, लेकिन वहां से है ही नहीं, चले गए। कहाँ चले गए, क्यों गए? उन्होंने यहाँ किसी के दोष देके इसलिए चले गए। അപ്പോ അതായത് ബാബൻ പറയും, എന്റെ നല്ല കുട്ടിയായിരുന്നു, നന്നായിട്ട് മുരളി കേൾക്കുന്ന കുട്ടി, നല്ല യോഗം ചെയ്യുന്ന കുട്ടി, നല്ല സേവ ചെയ്യുന്ന കുട്ടി, ഇത്രയും നല്ല കുട്ടിയായിരുന്നു. ഇപ്പൊ യജ്ഞത്തിൽ ഇല്ല, പോയി. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുമ്പോഴേ നമ്മളുടെ പുരുഷാർത്ഥം പുറകോട്ട് പോകും. അവരിങ്ങനെയാണല്ലോ, ഇവരിങ്ങനെയല്ലേ, ഇവർ ഇത്ര വർഷമായിട്ട് ഇങ്ങനെയല്ല. നമ്മുടെ പുരുഷാർത്ഥം താഴേക്ക് പോയി, അവര് പോയി ബാബയെ വിട്ടു. क्यों गए? क्योंकि उन्होंने दूसरों को देखा। इसलिए इस ज्ञान मार्ग में, जैसे घोड़े को रेस में लगाते ना, दौड़ाते हैं, तो बाजू में दो कुछ बांधते हैं यहाँ, तो हम भी रेस के घोड़े हैं, इधर उधर नहीं देखो, सीधा अपने मंजिल तक देखो। അതെ, ഈ കുതിരപ്പന്തയത്തിന് വേണ്ടി കുതിരകളെ കൊണ്ടുപോകുമ്പോഴേ കുതിരയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അവിടെ എന്തെങ്കിലും കണ്ട അവിടെ നോക്കി നിൽക്കും, ഇവിടെ എന്തെങ്കിലും കണ്ട ഇവിടെ നോക്കി നിൽക്കും. പിന്നെ ഇനി ലക്ഷ്യത്തിലേക്ക് പോവാം. അപ്പൊ ഈ രണ്ട് കണ്ണുകളിലും ഇങ്ങനെ കെട്ടും, അല്ലെ, ഇങ്ങനെ അടച്ചു കെട്ടും, ഇങ്ങനെ നേരെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട്. സൈഡ് സീൻ ഒന്നും കാണരുത്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടും, അല്ലെ, എന്നിട്ടാണ് കൊണ്ടുപോവുള്ളൂ. അല്ലെങ്കിൽ ഈ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ട് അതിൽ സമയം കളയും, അതിൽ പോകും. അതേപോലെ നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ പാതയിലും നമ്മൾ എങ്ങനെയായിരിക്കണം? एक शिष्य था, रोज सत्संग में आता है। तो एक दिन गुरुजी ने कहा कि गुरुजी को कहता है, गुरुजी मुझे एक वरदान चाहिए। तो गुरुजी ने कहा, क्या वरदान चाहिए? कहते हैं, मेरे बारे में सबके दिल में क्या चलता होगा, ये मैं जानना चाहता हूँ। അല്ലെ, ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും സത്സംഗത്തിൽ വരുമായിരുന്നു. അപ്പൊ ശിഷ്യൻ ഗുരുവിനോട് പറയും, എനിക്കൊരു വരദാനം വേണം. അതായത് അപ്പൊ എന്ത് വരദാനം വേണ്ടതെന്ന് ചോദിക്കാൻ പറയും, എന്നെ പറ്റി മറ്റുള്ളവരുടെ ഉള്ളിൽ എന്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊന്ന് അറിയണമെന്ന്. तो गुरुजी ने कहा ठीक है। तो गुरुजी ने क्या किया, उस शिष्य को वरदान दिया, साथ में एक छड़ी दी। छड़ी मतलब मांत्रिक डंडा दिया, और जब भी किसी के दिल में तुम्हारे बारे में क्या चलता है ये जानना है, छड़ी को दिल में रखो, उस व्यक्ति का नाम लो, तो पता चलेगा। तो वरदान दिया, छड़ी दी, शिष्य चला गया। അപ്പോ ഗുരു എന്ത് ചെയ്തെന്നറിയോ? നിനക്ക് ഈ വരദാനം തരാലോ എന്ന് പറഞ്ഞിട്ടൊരു മാന്ത്രിക ദണ്ഡ് കൊടുത്തു. അപ്പോ ഈ മാന്ത്രിക ദണ്ഡ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, അല്ലെ, എന്താണ്, ആ വ്യക്തിയുടെ പേര് വിചാരിച്ചാൽ മതി. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ച് എങ്ങനെയുള്ള ചിന്തകളാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. तो शिष्य को अचानक रास्ते में याद आया, पहले मैं गुरुजी की चेकिंग करता हूँ, गुरुजी के दिल में मेरे बारे में क्या चलता होगा। അപ്പോ എന്ത് ചെയ്തു? ശിഷ്യൻ ആദ്യം വിചാരിച്ചു, ആദ്യം ഗുരുവിന്റെ മനസ്സിൽ എന്താണ് എന്നെ പറ്റി നടക്കുന്നത് ആദ്യം മനസ്സിലാക്കാന്ന് വിചാരിച്ചു. तो क्या करता है, छड़ी को रुक गया, छड़ी को दिल में रखा, गुरुजी का नाम लिया, तो थोड़ी सी छड़ी काली हो गई। तो उसको लगता, अरे गुरुजी के अंदर मेरे बारे में कालापन है, तो इन गुरुजी को गुरुजी बना करके फायदा क्या, आश्रम में आना ही बंद कर दिया। അപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ മാന്ത്രിക ദണ്ഡ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഗുരുജിയുടെ പേര് പറഞ്ഞു. ഗുരുജിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ മാന്ത്രിക ദണ്ഡിൽ നിന്ന് കുറച്ച് ഭാഗം അടർന്നു പോയി, അല്ലെ. അതായത് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഗുരുജിയുടെ മനസ്സിലും ഈ വ്യക്തിയെ കുറിച്ച് വളരെ കറുത്ത കാര്യങ്ങളാണ്, എന്ന് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങളാണ്. ഗുരുജിയുടെ മനസ്സിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നുകൊണ്ട് സത്സംഗത്തിൽ വരുന്നത് നിർത്തി. एक दिन हो गया, 2 दिन हो गया, महीना हुआ, साल हुआ, 2 साल। तो एक दिन गुरुजी की नजर गई अचानक एक उसकी जगह पर। उसको लगा, अरे यहाँ एक आता था शिष्य, आजकल ये जगह खाली है, क्या बात है। तो गुरुजी उसके घर में पहुंच गए, पूछा कि क्या जी आजकल आप सत्संग में नहीं आते? नहीं जी, आजकल गुरुजी मेरे घर में मेहमान आते हैं, मेरी तबीयत थोड़ी खराब है, आजकल कोरोना काल है, थोड़ा सा डर लगता है संगठन में जाने का, और बच्चों की परीक्षा है, थोड़ा खेती का काम है, कुछ ना कुछ बहाना सुनाता है। അപ്പോ ഗുരുജി എന്ത് ചെയ്തു? പിന്നെ ആളെ കാണുന്നില്ല. ഒരു ദിവസം കണ്ടില്ല, 2 ദിവസം വന്നില്ല, 1 മാസം വന്നില്ല, 6 മാസം വന്നില്ല, പിന്നെ 1 വർഷം വന്നില്ല.
അങ്ങനെ ഒരു വർഷമായിട്ട് ഗുരുജിയുടെ സത്സംഗത്തിൽ ഈ വ്യക്തി ഇല്ല. അപ്പൊ പക്ഷെ ഗുരുജിയുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ഗുരുജിക്ക് ആളുടെ ഓർമ്മ വന്നു, ആളില്ലല്ലോ സത്സംഗത്തില് എന്ന് ഓർമ്മ വന്നു. അപ്പോ ഈ കാണാനില്ലല്ലോ, കുറച്ച് നാളായില്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആളുടെ വീട്ടിലേക്ക് ചെല്ലാന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നു. എന്താണ് താങ്കളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അയ്യോ എനിക്ക് പല അസുഖങ്ങളായിരുന്നു, അല്ല കുട്ടികളുടെ പഠിത്തം അല്ലെങ്കിൽ വേറെ പല പല ഒഴിവുകൾ കാര്യങ്ങളൊക്കെ, കൊറോണയൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെ ആള് പറഞ്ഞു. गुरुजी ने कहा 6 साल से आते थे, आंधी आए तूफान आए कुछ भी हो जाए, बच्चों की कितनी परीक्षा हो गई तो भी आप आते थे। नहीं जी गुरुजी, नहीं, जरूर कुछ बात है। അപ്പൊ പറഞ്ഞു, നീ 6 വർഷം ഇവിടെ വന്നതാണ്, അപ്പോ എന്ത് കുട്ടികൾക്ക് ഇതുപോലെ പരീക്ഷ വന്നിരുന്നു, ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, പരീക്ഷണങ്ങളൊക്കെ വന്നിരുന്നു, രോഗങ്ങൾ വന്നിരുന്നു, അപ്പോഴൊന്നും നീ വരാതിരുന്നിട്ടില്ലല്ലോ. ഇപ്പൊ വരാതിരുന്നത് ഇതുകൊണ്ടൊന്നുമല്ല, വേറെന്തോ കാരണമുണ്ട് എന്ന് പറഞ്ഞു. फिर शिष्य कहता है गुरुजी आपके अंदर मेरे बारे में कालापन है, जो छड़ी दिया ने मुझे देख लिया। अच्छा, गुरुजी ने कहा ये बात है क्या? അപ്പൊ പറഞ്ഞു, അത് അപ്പൊ ശരിയാണ് ഗുരുജി, കാരണം അങ്ങയുടെ മനസ്സിൽ എന്നെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളുണ്ട്. എന്നെ പറ്റിയിട്ട് അങ്ങും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം ഈ മാന്ത്രിക ദണ്ഡിന് ഇങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പൊ ഗുരുജി പറഞ്ഞു, അതാണോ കാര്യം? लेकिन गुरुजी ने कहा तुमने देखा कि तुम्हारे अंदर औरों के बारे में कितना कालापन है? कहा कि वो तो देखा नहीं। देखो, शिष्य ने छड़ी को दिल में रखा, अपना नाम लिया, पूरी छड़ी काली हुई, थोड़ी सी सफेद बन रही। അതായത് അപ്പൊ ഗുരു പറഞ്ഞു, അത് ശരി, അപ്പൊ നീ നിന്റെ പേര് പറഞ്ഞിട്ടേ ഈ മാതൃക ദണ്ഡൊന്ന് വെച്ച് നോക്ക്, നിന്റെ ഉള്ളില് എന്തുമാത്രം മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോ ശിഷ്യൻ ഈ മാതൃക ദണ്ഡം എടുത്ത് സ്വന്തം ഹൃദയത്തെ വെച്ചിട്ട് സ്വന്തം പേര് പറഞ്ഞപ്പോഴേക്കും ആ മാതൃക ദണ്ഡം മുഴുവൻ ഇല്ലാണ്ടായി. तो अपनी काली देकर के शर्म आई, सिर झुकाया शिष्य ने। तो गुरुजी ने कहा कोई बात नहीं, मैं भी जब आश्रम में आया था मेरी भी छड़ी पूरी काली थी, लेकिन मैंने तपस्या करके, दूसरों की सेवा करके, दान पुण्य करके इतनी बची है, वो तो अभी मैं कर ही रहा हूं। अगर तुम मेरे को देख करके नहीं आओगे, जो तुम्हारे सफेद बन रहे वो भी काली हो जाएगी। അല്ലെ, അപ്പോ അതായത് ഇത് ആദ്യം കുറച്ച് കറുത്തു പോയെന്നുള്ളതാണ് ആ മാന്ത്രിക ദണ്ഡ്. അത് ആള് സ്വന്തം നോക്കിയപ്പോഴേക്കും മുഴുവൻ കറുത്തു പോയി. അപ്പോ എന്താണ് ഇദ്ദേഹം, അതായത് ഗുരു പറയും, അതായത് നീ വിഷമിക്കണ്ട, എന്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ ആത്മീയതയുടെ പാതയിലേക്ക് വരുന്നതിന്, തപസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്റെയും ഈ മാന്ത്രിക ദണ്ഡ് ഫുൾ കറുപ്പായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ തപസ് ചെയ്തു, മറ്റുള്ളവരുടെ സേവനം ചെയ്തു, പുണ്യപ്രവർത്തികൾ ചെയ്തു. അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്തപ്പോഴാണ് പിന്നെ എന്റെ മാന്ത്രിക ദണ്ഡ് വെളുത്തതായി മാറിയത്. അതായത് എന്റെ ഉള്ളിലുള്ള കറുപ്പല്ല, നെഗറ്റീവ് അല്ല പോയത്. गुरुजी ने कहा मैं भी तो इंसान हुई, मैं तो भी तो कर रही हूँ, निकल जाएगी, लेकिन तुम मेरे को देख करके नहीं आएगा, जो तुम्हारी सपन बन रही वो भी काली हो जाएगी। फिर वो शिष्य भी बिल्कुल ये क्या, फिर कहता है गुरुजी, हाथ जोड़ के कहता है गुरुजी मैं कितनी भूल करने जा रहा था। कहा कि कोई बात नहीं, बड़ों की कमजोरी मत देखना। तो दोबारा शिष्य आश्रम में आना शुरू हो जाता है। ये कहानी किसी और की नहीं, ये हमारी अपनी कहानी। അല്ലെ, അപ്പൊ ശരിക്കും എന്താന്ന് വെച്ചാല് ആ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടപ്പോഴാണല്ലോ ആ മാന്ത്രിക ദണ്ഡ് കറുത്തു പോയത് അല്ലെ. അപ്പൊ സ്വന്തം ഉള്ളിൽ ഇത്രയും കുറവുകളുണ്ട്. അപ്പൊ ഈ കുറവുകളിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും മുക്തമാകാൻ പറ്റും. തപസ് ചെയ്താലും, സേവനം ചെയ്താലും, പുണ്യപ്രവർത്തികൾ ചെയ്താലും, അല്ലെ, സാധന ചെയ്താലും നമുക്ക്, അല്ലെ, പുരുഷാർത്ഥം ചെയ്താൽ നമുക്കത് മാറ്റാൻ പറ്റും. അത് ഗുരുജി പറഞ്ഞ് ഞാൻ അങ്ങനെ മാറ്റിയതാണ്, അതുപോലെ നിനക്ക് നിന്നെ പരിവർത്തനപ്പെടുത്താൻ പറ്റും. അല്ലാതെ നീ ആ കുറവുകൾ കണ്ടിട്ട് നീ വരാതിരിക്കുന്നതല്ല, സത്സംഗത്തിലേക്ക് വരാതിരിക്കുന്നതല്ല ശരി എന്ന് പറയും. അപ്പോ പറയും, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ പോകുകയായിരുന്നു ഗുരുജി, എന്നോട് ക്ഷമിക്കണം, ഞാൻ പരിവർത്തനപ്പെടാം എന്ന് പറയാണ്. ഇത് ഗുരുജിയുടെ ശിഷ്യനും കാര്യമൊന്നുമല്ല അല്ലെ, നമ്മള് കുട്ടികളുടെ കാര്യമാണ്. നമ്മള് ബാബയുടെ മക്കൾക്ക് ഈ സ്വഭാവം ഉണ്ട്. കാരണം നമുക്ക് ഈ സ്വഭാവം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നമ്മൾ പരിവർത്തനം കൊണ്ടുവരണം. इसी तरह हम भी यहाँ आते हैं, आते आते जो हमारी काली आत्मा थी, पतित आत्मा थी, पावन बनना शुरू हो जाती। लेकिन जैसे यहाँ नजदीक आते, सेंटर के नजदीक आएंगे, सेवा के नजदीक आएंगे, बहनों के नजदीक आएंगे, जैसे यहाँ आएंगे फिर कहेंगे यहाँ जो पैसे देते ना ज्यादा उसको आगे करते, फलानी भाई जी ऐसी है, वो भाई ऐसा है, कुछ ना कुछ दोष देखेंगे। जो आत्मा पावन थी, पतित भावना बिगड़ जाती है। इसलिए अगर तीव्र पुरुषार्थ करना है, इस ज्ञान मार्ग में विजय बनना है,
ये पर चिंतन के ब्रेकर से बच करके रहो, पर चिंतन से बच कर रहो। ये गिराने वाला है, ये ब्राह्मण परिवार से दूर करने वाला है, इसे बचना। അപ്പൊ നമ്മള് ബാബയുടെ അടുക്കിലേക്ക് വന്നു അല്ലെ, എന്തിനു വേണ്ടിയിട്ടാ വന്നത്? നമ്മുടെ ഇരുണ്ടുപോയ കറുത്തുപോയ നമ്മുടെ ആത്മാവിനെ ഇരുട്ടിൽ നിന്നും പൂർണ്ണമായിട്ട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാബയുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള പരിവാരത്തിലുള്ളവരുടെ കുറ്റവും കുറവും കാണും അല്ലെ, നമ്മുടെ നിമിത്തമായ സിസ്റ്ററുടെ കുറ്റവും കുറവുകളും കാണും അല്ലെ. ഇവിടെ കണ്ടില്ലേ, പൈസ കൊടുക്കുന്നവർക്കാണ് കൂടുതൽ സ്ഥാനം അല്ലെ, അല്ലാത്തവർക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? സ്വന്തം പുരുഷാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾ എന്തിനാണോ വന്നത്, ആ വന്നത് എന്തിനാണെന്ന് നമ്മൾ മറന്നു പോകുന്നു അല്ലെ. ചില കുട്ടികളാണ് സെന്ററിൽ വരാതാകും, അങ്ങനെ ചെയ്യും, അപ്പോഴൊക്കെ അവര് പുറകോട്ട് പോകുകയാണ്. പക്ഷെ അങ്ങനെയല്ല അല്ലെ. പരചിന്തനം എന്നുള്ളത്, പരദർശനം എന്നുള്ളത് നമ്മൾ ഉപേക്ഷിക്കണം. ആ ദുസ്വഭാവത്തെ നമ്മൾ ഉപേക്ഷിക്കണം, നമ്മൾ അതിനെ പരിവർത്തനം ചെയ്യണം. जिस बहनों की या जिस बड़ों की हम बुराई देख रहे हैं, वो कितना दिन से ज्ञान में चल रहे हैं, उन्होंने कितना त्याग किया, कितनी तपस्या की, उनके अंदर कितना ये है। तो इसीलिए बाबा कहते हैं, अगर देखना है किसी की सफेद छड़ी को देखो, उसकी थोड़ी सी काली की बातों को, थोड़े दोष को नहीं देखो, अवगुणों को नहीं देखो, नहीं तो पुरुषार्थ में ढीलापन आएगा। അല്ലെ, നിമിത്തമായിട്ടുള്ളവരായിരിക്കും, ചിലപ്പോൾ അവർ ഒരുപാട് തപസ് ചെയ്തിട്ടുള്ളവരായിരിക്കും, ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ളവരായിരിക്കും. പക്ഷെ നമ്മൾ അവരുടെ കുറവുകൾ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളത് സൂക്ഷിക്കുമ്പോൾ അല്ലെ, അവിടെയാണ് നമുക്ക് നാശം ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബാബ പറയുന്നത് എന്താണ്? അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം ബാബയ്ക്ക് വിട്ടേക്ക്. ബാക്കി നമ്മൾ നമ്മുടെ സ്വദർശനം ചെയ്യണം, സ്വന്തം പുരുഷാർത്ഥത്തിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ നമ്മളുടെ പുരുഷാർത്ഥത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. അല്ലാതെ ഇതിൽ നമ്മുടെ സമയവും സങ്കല്പമൊന്നും പാഴാക്കി കളയരുത്. पर चिंतन करने से सबसे पहले हमारी भावनाएं बिगड़ जाती हैं, निगेटिव बन जाते हैं। और याद रखना, भावना और योग इसका बहुत गहरा कनेक्शन है। जितनी आपकी मधुबन के प्रति भावना, बहनों के प्रति भावना, भाई बहनों के प्रति भावना, सेंट के प्रति भावना, उतना योग अच्छा। कई भाई बहन कहते पहले जब हम आए थे ना, हमारा बड़ा योग अच्छा लगता था, बड़ा आनंद आता था, लेकिन अभी पता नहीं क्या हुआ। जब हम पहले आए थे किसी को नहीं देखते थे, एक बाबा को देख के आए, लेकिन जैसे ही आए इधर उधर देखना शुरू किया, भावना बिगड़ी। इसलिए पर चिंतन से बचे रहना। അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഒരു പോയിന്റ് പറഞ്ഞില്ല. മാന്ത്രിക ദണ്ഡേ നമ്മുടെ കറുത്തു പോകും അല്ലെ, അതിനെ വെളുത്തതാക്കി മാറ്റണം. എന്ന് വെച്ചാല് നമ്മുടെ ആത്മാവാണ് ഇരുണ്ടു പോകുന്നത്, അതിനെയാണ് വെളുപ്പിക്കേണ്ടത്. ബൈ പറഞ്ഞു, നമ്മൾ യോഗം ചെയ്യുമ്പോൾ അല്ലെ നമ്മളിൽ ഉണ്ടാകുന്നത് ഭാവനകളാണ്. നമ്മുടെ ഭാവനകളിലൂടെ, ശ്രേഷ്ഠ ഭാവത്തിലൂടെയാണ് നമ്മൾ നമ്പർ 1 യോഗിയാകുന്നത്. ഭാവനയ്ക്ക് പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ, നമ്മുടെ പരിവാരത്തിലുള്ളവരുടെ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാവനകളാണ് ദുഷിക്കുന്നത്. ആ ഭാവനകൾ ദുഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും അല്ലെ, നമ്മുടെ യോഗത്തിൽ നമുക്ക് അവിടെ ആ ഭാവനകൾ ശ്രേഷ്ഠമാക്കാൻ കഴിയാതെ വരും. ഇപ്പൊ നോക്ക്, നമുക്ക് മധുബനെ കുറിച്ച് ഭാവനയുണ്ട് അല്ലെ, മുരളിയെ കുറിച്ച് ഭാവനയുണ്ട്, യോഗത്തിന്റെ ഭാവനയുണ്ട് അല്ലെ, അങ്ങനെ നമ്മുടെ ദാദിമാരെ കുറിച്ച് നമുക്ക് ഭാവനയുണ്ട്, ബാബയെ കുറിച്ച് നമുക്ക് ഭാവനയുണ്ട്. അപ്പൊ ആ ഭാവനകളെ നമ്മൾ ശ്രേഷ്ഠമാക്കണം. അപ്പൊ നമ്മുടെ ഭാവനകൾ ദുഷിച്ചു പോകാൻ അനുവദിക്കരുത്. जो आपकी भावनाएं बिगाड़ने की बातें सुनाता है वो आपका दुश्मन है। इसलिए बाबा कहते हैं ना, बच्चे संग दोष से बचे रहो। संग दोष मतलब नॉन बीके नहीं, अगर कोई बीके बहुत पुराना है, कोई निगेटिव बातें सुनाता है, उसको हाथ जोड़ो, प्लीज भाई मुझे ऐसी बातें नहीं सुनाया करो। और तब जाकर के तीव्र पुरुषार्थ में ये बातें विघ्न रूप में बनती है। അതുകൊണ്ട് അല്ലെ, നമ്മുടെ ഭാവനകളെ ആരാണോ നഷ്ടപ്പെടുത്തുന്നത്, അതിനെ ദുഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് പോകരുത്. നല്ല കൂട്ടുകെട്ട് നന്മയിലേക്കും ചീത്ത കൂട്ടുകെട്ട് തിന്മയിലേക്കും നയിക്കും അല്ലെ. അതുകൊണ്ട് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും വന്ന് കേൾപ്പിക്കുന്നവരുണ്ടല്ലോ, ആ കേൾപ്പിക്കുന്നവര് പറയുന്നത് നമ്മൾ ഒരിക്കലും കേൾക്കരുത്. അത് കേൾക്കാൻ തയ്യാറാകരുത്. കാരണം അവര് നമ്മുടെ ശത്രുവാണ്. ആരാണോ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മളെ കേൾപ്പിക്കുന്നത്, അവര് നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ആരുടെയും കുറ്റവും കുറവുകളെ കുറിച്ച് ചിന്തിക്കാൻ പോകണ്ട അല്ലെ, അത് നമ്മൾ വിട്ടുകളഞ്ഞേക്കണം, ബാബയ്ക്ക് കൊടുത്തേക്കണം. दूसरी बात है, अगर हमें तीव्र पुरुषार्थ करना है, उसके अंदर जो विघ्न आता है
सब आंखें खोल करके बैठे हैं ना, सभी बीच बीच में ताली बजा सकते हैं। ताली बजाने से मेरा उमंग नहीं बढ़ेगा, लेकिन बाजू में कोई सो रहा है उठ जाएगा। ആ, അതെ ഭായി നല്ല നല്ല പോയിന്റുകൾ പറയുമ്പോഴേ നിങ്ങൾ തീർച്ചയായിട്ടും കൈയടിക്കണം. എന്തിനാണെന്നറിയോ കൈയടിക്കുന്നേ? അടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരെ ഉണർത്താൻ പറ്റും. हाँ बजाओ ताली കൈയടിക്കും. जोर से। നല്ല ഉറക്കെ ഉറക്കെ ഉറക്കെ. ठीक है, नहीं तो कई क्या होते हैं, वो जैसे मोती चुभते हैं ना, ആ, कई तो जैसे वो बाबा कहते हैं ना, वो जैसे चातक पंछी होता है, अमृत मिल रहे, तो कई आंखें बंद करके मुंह खोल के ऐसा लगता है ऊपर से ज्ञान मिल रहा है, ऊपर से नहीं मिल रही, सामने से मैं यहाँ सुना रहा हूँ, ऊपर से नहीं मिल रही। कई पूरा मुंह खोल करके ऐसे ऊपर से इंतजार करते ऊपर कब। कभी कभी सवेरे इडली खाएंगे तो नींद आएगी. हाँ इडली इडली खाएंगे तो मैंने ठंडा ठंडा है ना, थोड़ा नींद भी आ नहीं, जाए. मैंने भी तो इडली खाया, मैं वो सुनाते सुनाते थोड़ी सो रहा हूँ। सुनते समय एक्टिव बनना, अलर्ट बनना। അവിടെ കേൾക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ വളരെ ഉത്സാഹത്തോടെ ഉണർവോടെ ഇരിക്കണം. ചില കുട്ടികൾ കേട്ട് 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 ഒന്നില്ലെങ്കിൽ മുഖം മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ താഴേക്ക് പോകും. नींद आने के कई कारण है, आपको फिर चेक करना मेरा कौन सा कारण है। ഉറക്കം വരുന്നതിന് ചില കാരണങ്ങളുണ്ട്. നമ്മളിലെ കാരണങ്ങൾ എന്താണെന്ന് ചെക്ക് ചെയ്യണം. एक तो दवाई खाने वालों को नींद आती है, ഈ മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നവർക്ക് ഉറക്കം വരാറുണ്ട്. क्योंकि कई दवाई में के वो नशीली वो ये क्या बोलते हैं उसको, अल्कोहल मिलाया जाता है, इसीलिए नींद आती है। ചില ചില മെഡിസിനുകൾ അങ്ങനെയാണ്, സ്റ്റിറോയിഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനെയുള്ളത് മിക്സ് ആയിരിക്കും. അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ ഉറക്കം വരും. दूसरी बात, नींद उसको आते हैं जो जिसने प्रॉपर नींद नहीं की, नींद कम की, उसको भी नींद आती है। അതുപോലെ ഉറക്കം വരുന്ന ആൾക്കാഞ്ച ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ ആരാണ് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാത്തത്? നേരത്തും കാലത്തും കിടന്ന് ഉറങ്ങിയിട്ടില്ല, അല്ലെ ലേറ്റ് ആയിട്ട് ഉറങ്ങി, കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ, ഉറക്കം മതിയായിട്ടില്ല, അപ്പോഴും ഉറക്കം വരും. तीसरी बात है, नींद उसको आते हैं जिसके सिर पर बोझ ज्यादा है। ഇനി ഉറക്കം വരുന്നത് ചിലർക്ക് ഒരുപാട് ചുമതലകളുടെ ഭാരം ഉണ്ടായിരിക്കും, അപ്പൊ അവരുടെ മനസ്സിലും ഭാരം. विकर्म का बोझ अगर है, जैसे किसी के सिर पर बोझ होगा तो उसका सिर नीचे होगा, പിന്നെ ഉറക്കം വരുന്നതിന്റെ മറ്റൊരു കാരണം വികർമ്മങ്ങളുടെ പാപഭാരം നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. चौथा कारण है, नींद उसको आते हैं जो गलतियां करता है, श्रीमत प्रमाण नहीं चलता, उसको भी नींद आती है। ശ്രീമത് പ്രകാരം നടക്കാത്തവര്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവര്, അവർക്ക് ഉറക്കം വരും. जैसे मम्मी क्या करते हैं, बच्चों को कहते हैं देखो बेटा कपड़े गंदे नहीं करना, पढ़ना, लड़ना नहीं, झगड़ना नहीं। बच्चा जाता है शाम को, लड़ता है, झगड़ता है, सारा दिन शाम को आता है, आते ही मम्मी के सामने आते ही चेहरा डाउन होगा उसका नीचे, ऐसा करके देखेगा, मम्मी समझ लेते इसलिए मैंने जो कहा वो किया ही नहीं। इसी तरह हम शाम को आकर के सारा दिन बाबा कहते बच्चे ये करो वो करो, लोग करते नहीं, शाम को जब आएंगे योग में बैठेंगे तो चेहरा नीचे होगा, तो बाबा समझ लेते इसने गलती करके आए। അല്ലെ, ഇപ്പൊ അമ്മ രാവിലെ സ്കൂളിലേക്ക് കുട്ടിയെ വിടുമ്പോ പറയും മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് അഴുക്കായിട്ടൊന്നും വരരുത് എന്ന് പറയും. കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോയി ഇന്റർവെൽ ടൈമിലൊക്കെ അങ്ങ് ആർത്ത് കളിച്ച് മണ്ണിൽ കിടന്ന് ഉരുണ്ട് വരണ്ട് ആകെ അഴുക്ക് പിടിച്ച ഒരു കോലത്തിലായിരിക്കും വരുന്നത്. അമ്മയുടെ മുന്നിൽ എത്തുമ്പോ തന്നെ തല താന്നു പോകും, അല്ലേ? കാരണം ആ തെറ്റുകൾ ആ അമ്മ പറഞ്ഞത് അനുസരിക്കാതെ വിപരീതമായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അവിടെ തല താന്നു പോകുന്നത്. അപ്പോ അതേപോലെ നമ്മളും അതെ, പകലെല്ലാം എന്തെങ്കിലും അതുപോലുള്ള തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യക്ക് യോഗം ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ തല അല്ലെ ഉറങ്ങി തൂങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കണക്ഷൻ കിട്ടില്ലേ ബാബയോട്. नींद उसको आती है जो सारा दिन निगेटिव सोचता है, व्यर्थ सोचता है, क्योंकि व्यर्थ सोचने से मन थक जाता है, थका हुआ मन सो जाता है। അതേപോലെ ഉറക്കം വരുന്നത് ഇനി ആർക്കാണ്? ഭായി ഏതൊരു വിഷയം എടുത്താലും അതിന്റെ ഗഹനതയിലേക്ക് പോകേണ്ട. ഇനി ഉറക്കം വരുന്ന ആർക്കാണ്? അതായത് ആരാണോ ദിവസം മുഴുവൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ഒരുപാട് വ്യർത്ഥമായി ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെ നെഗറ്റീവ് വ്യർത്ഥതയും കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കുമ്പോൾ ഉറക്കം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉറക്കം വരും. निगेटिव सोचने से व्यक्ति का देहभान जागृत होता है, जो देहभान वाला उसको भी नींद आती है। നെഗറ്റീവ് കേൾക്കുമ്പോൾ, നെഗറ്റീവ് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളില് നമ്മുടെ ദേഹബോധമാണ് ഉണർന്നിരിക്കുന്നത്. അപ്പൊ ആ ദേഹബോധവും നമ്മളെ അല്ലെ നല്ല ജ്ഞാനം, നല്ല ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക, ബാബയെ ഓർമ്മിക്കുക, ആ സമയത്തൊക്കെ ഉറക്കം വരും. नींद उसको आते हैं जो इंद्रियों के अधीन है।
ഉറക്കം വരുന്നത് അവർക്കാണ്, ആരാണോ തന്റെ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിരിക്കുന്നത്. जिसकी जो अंदर आत्मा जागृत है, जैसे घर में कोई बड़ा बॉस बैठा है, घर में बड़े हैं मम्मी पापा, बच्चे लड़ेंगे नहीं, बच्चे अपनी ड्यूटी ठीक ठाक करेंगे. इसीलिए आत्मिक स्थिति है तो सारी इंद्रिय अपनी ड्यूटी एक्यूरेट करेंगे. നമ്മൾ ആത്മീയ സ്ഥിതിയിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കറക്റ്റായിട്ട് കാര്യം ചെയ്യും. വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടെങ്കിലുണ്ടല്ലോ കുട്ടികൾ നല്ല മര്യാദക്കാരായിരിക്കും, അല്ലെ? അല്ലാത്തപ്പോ അവര് അമ്മയും അച്ഛനും വീട്ടിലില്ലെങ്കിൽ അവരെല്ലാം വികൃതി ഒപ്പിക്കുക, എല്ലാം അല്ലെ, അവർക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ആത്മിക സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളും ഓർഡറിലായിരിക്കും. जिसकी कमाई नहीं होती उसको भी नींद आते हैं. जैसे दुकान में कोई ग्राहक नहीं आते तो क्या होते हैं, उसको नींद आएगी. इसी तरह सामने वाला ये जो बातें कितनी इंपॉर्टेंट है, कौन पढ़ा रहा है, इसे क्या प्राप्ति होने वाले, जिसका जागृत होकर के बैठेगा उसको नींद नहीं आएगी. അല്ലെ? ഇപ്പൊ ആരാണോ ഒരു ബിസിനസ് ചെയ്യാണ്, ഇപ്പൊ കടയിൽ ആൾക്കാരൊന്നും വരുന്നില്ലെന്നിരിക്കട്ടെ, കടയിലിരിക്കുന്ന ആള് എങ്ങനെ ഇരിക്കുക? ഉറക്കം തൂങ്ങിയിരിക്കും. കാരണം ബിസിനസ് ഒന്നും നടക്കുന്നില്ലല്ലോ, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മളുടെയും അവസ്ഥ. रात को चाय वाला 2 बजे ट्रेन जा रही, चाय वाला चाय 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 करके झुटका लगाता है, उसको पता है कि ट्रेन जाएगी, मुझे 50 रुपए मिलेंगे. അല്ലെ? രാത്രി 10 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ ഒക്കെ ട്രെയിൻ പോകുമ്പോ ചായ് 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 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും ആള്, അല്ലെ? ആ ആള് ആ രാത്രിയിൽ 11 മണിക്കോ 12 മണിക്കോ ചായ വിൽക്കാൻ നടക്കുമ്പോ ആൾക്ക് ഉറക്കൊന്നും വരുന്നില്ല. കാരണം എന്താണ്? ചായ വിൽക്കുമ്പോ പൈസ കിട്ടും, അല്ലെ? ആ സമ്പാദിക്കണം എന്നുള്ള ത്വരയില് അവർക്ക് ഉറക്കം വരുന്നില്ല. जैसे आपके घर में नरेंद्र मोदी आ जाए और आप उस समय नींद करते हो, उसको खाना खिलाएंगे, कुछ करेंगे, तो क्या खिलाऊं क्या नहीं, वो सामने वाले व्यक्ति की कदर. इसी तरह जिसको ज्ञान की कदर है उसको नींद नहीं आएगी. നിങ്ങളുടെ വീട്ടിലേക്ക് നരേന്ദ്രമോദി വരികയാണെങ്കിൽ നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കൂ. ഉടനെ എന്താണ് നിങ്ങൾ അയ്യോ എന്തുണ്ടാക്കണം, എന്ത് കൊടുക്കണം, എന്ത് നൽകണം, അല്ലെ എന്നറിയാം. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? അതേപോലെയാണ് നമ്മള് അവിടെ മുരളി കേൾക്കുമ്പോ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോ യോഗം ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരാൻ പാടില്ല. നല്ല ഉണർവോടും ചുറുചുറുക്കോടും ഉത്സാഹത്തോടും കൂടി ഇരിക്കണം. ആത്മാവ് സമ്പാദിക്കണം. तो आपका कारण ढूंढो और उसका निवारण करो. आपका कौन सा कारण? आप दवाई खाती है इसीलिए नींद आती है, आपको इंद्रियों के वश है इसीलिए नींद आती है. अगर इंद्रिया अगर योग के समय सुनते समय नींद करती है तो कान आंखों को क्या करो, क्योंकि माया क्या करते देखते, अरे माउंट आबू से भाई आया, अब ये तो अगर पुरुषार्थ तीव्र करेंगे तो मेरा तो राज्य चला जाएगा, इसीलिए गुपचुप आती है और आलस की बूटी चुंगा करके चली जाती है. वो भले ही क्लास सुनते हैं, माया भी यहाँ है, അല്ലെ? അപ്പൊ മായക്കറിയേ, മായ നോക്കുമ്പോ ദേ മധുബനിൽ നിന്ന് മായി വരിക്കുന്നു, നല്ലൊരു പുരുഷാർത്ഥി മായി നിങ്ങളെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാൻ വന്നിരിക്കുക. അങ്ങനെ ഇവരെ പുരുഷാർത്ഥിയാക്കിയാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അലസതയൊക്കെ കൊണ്ടുപോയി നിങ്ങളുടെ അടുക്ക കൊണ്ട് വെച്ചിട്ട് അല്ലെ പോകും മായ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ പല പ്രകാരത്തിലും ഉറക്കം വരുന്നതിന്റെ കാരണം പറഞ്ഞില്ലേ, നമ്മൾ നോക്കണം. മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ അടിമയായതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്? ठीक है. तो अभी बिल्कुल दूसरा पॉइंट बिल्कुल अटेंशन से सुनेंगे. അതുകൊണ്ട് ഇനി നല്ല ചുറുചുറുക്കോടെ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടു കൂടി ഇരുന്നിട്ട് വേണം മുരളി കേൾക്കാൻ. जैसे अभिमन्यु को मारा था, क्यों मारा? क्योंकि जब द्रौपदी जब चक्रव्यूह का ज्ञान सुना रहे थे उस समय वो सो गई थी और इसीलिए उसने अंदर सुन नहीं सका, उसमें मर गया वो, അല്ലെ? എങ്ങനെ ദ്രൗപദിയുടെ ചക്രവ്യൂഹത്തിനകത്ത് കയറാനും ഇറങ്ങാനുള്ള കാര്യങ്ങൾ അർജുനൻ കേൾപ്പിക്കായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? പകുതി കേട്ടുള്ളൂ. പകുതി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ദ്രൗപദി ഉറങ്ങിപ്പോയി, കുഞ്ഞു ഉറങ്ങിപ്പോയി. ഉള്ളിലിരുന്ന കുഞ്ഞാണ് കേട്ടോണ്ടിരുന്നത്. പകുതി കഴിഞ്ഞപ്പോൾ കുഞ്ഞു ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് അഭിമന്യുവിനെ വധിക്കപ്പെടേണ്ടി വന്നത്. जिस समय बाबा मुरली सुनाता है या ज्ञान सुनाता है उसी समय अगर हम सो जाते, जिस पॉइंट को नहीं सुनते उसी में माया आपको चक्करों में बना करके फंसा लेती है. ये यहाँ की यादगार बातें बन जाते हैं शास्त्र में. അതുകൊണ്ട് നമ്മൾ ബാബയുടെ മുരളി കേൾക്കുന്ന സമയത്ത്, ജ്ഞാനം കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ്. ഉറങ്ങിപ്പോകുമ്പോ മായ വന്ന് നമ്മളെ കീഴടക്കും, മായ നമ്മളെ തോൽപ്പിക്കുന്നു. അതാണ് ചക്രവ്യൂഹത്തിന്റെ കഥയായി മാറിയത്. इसलिए दूसरी बात है, हमारे तीव्र पुरुषार्थ में जो विघ्न है वो है अमृत वाला ठीक न होने से.
പിന്നെ നമ്മൾ ജ്ഞാനം കേൾക്കുമ്പോൾ നമ്മുടെ പുരുഷാർത്ഥത്തിൽ വിഘ്നമായിട്ട് മാറുന്നത് അമൃതവേള നല്ല പവർഫുൾ ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. जैसे ट्रेन जब स्टेशन पर खड़ी है, उसके बाद उसको चलाने के लिए इंजन को थोड़ा मेहनत करनी पड़ती है. अगर एक बार इंजन स्पीड में पकड़ लिया, फिर ट्रेन दौड़ती रहती है. എങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ കിടക്കുകയാണ്, പക്ഷെ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ വരും. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും, അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ കുറച്ച് സ്പീഡ് കൂടി നല്ല സ്പീഡായി കഴിയുമ്പോൾ ട്രെയിൻ കുതിച്ചു പോകും. इसी तरह अमृत वेला जिन्होंने अपने इंजन को थोड़ा मेहनत करके अच्छी तरह अटेंशन से योग किया, उसका ट्रेन सारा दिन दौड़ती रहेगी. वो है तीव्र पुरुषार्थ. അതുകൊണ്ട് ആരാണോ അമൃതവേള യോഗ അല്ലെ, എങ്ങനെ എഞ്ചിൻ നമ്മൾ പറയില്ലേ, എഞ്ചിനെ നമ്മൾ നല്ല പുരുഷാർത്ഥം ചെയ്ത് നല്ല സ്പീഡപ്പ് ആക്കുക എന്ന് പറഞ്ഞതുപോലെ അമൃതവേളയിൽ നല്ല ചുറുചുറുക്കോടെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഇരുന്ന് നമ്മൾ അമൃതവേള നല്ല പവർഫുൾ ആയിട്ട് ചെയ്യാൻ നമ്മൾ പുരുഷാർത്ഥം ചെയ്താൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള എല്ലാ അമൃതവേളകളും അത്രയും പവർഫുൾ ആക്കാൻ പറ്റും. अमृत वाला कौन कौन करता है? हाथ खड़ा करो. അമൃതവേള ദിവസം ചെയ്യുന്നവരെല്ലാം കൈ ഉയർത്തുന്നു. അമൃതവേള ദിവസം ചെയ്യുന്ന കുട്ടികള്. अच्छा, हाँ, इतना सा आता है, मतलब कुछ गड़बड़ वाला है. उठते तो हैं, लेकिन बैठते कैसे है आपको पता है? അല്ല, എണീക്കുന്നുണ്ട് അമൃതവേളയില്, അതാണ് എല്ലാരും കൈ ഉയർത്തിയ. എങ്ങനെയാണ് ഇരിക്കുന്നത്? अगर अमृत वाला का चुपचाप आपका कोई वीडियो बनाई जाए और वही वीडियो आपको सवेरे 10 बजे दिखाई जाए, देखिए मेरा है, मैंने ऐसा किया था, दीवार के सहारे बैठे, मुंह खुला के बंद है. അതായത് 2 बार मच्छर अंदर भी गया और बाहर भी गया. അതായത് നിങ്ങള് അമൃതവേള യോഗ ചെയ്യാണ് അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്ത് ചെയ്യണം? അത് വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തു കഴിയുമ്പോഴാണ് അറിയാ ഒരാള് കണ്ണടച്ചും വാ തുറന്നിരിക്കുന്നത്. 2 പ്രാവശ്യം കൊതു അകത്ത് കയറി ഇറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലെ. ഇത് ഞാൻ തന്നെയാണോ? 10 മണിക്ക് ഇടുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇത് ഞാൻ തന്നെയാണോ? जैसे अगर कोई मेहमान को घर में बुलाओ, मेहमान बहुत बड़ा है, अपना 10 काम छोड़ के आया, आपका प्यार ज्यादा है इसीलिए आया, लेकिन वो आने से पहले अंदर से दरवाजे खिड़की लगा दिया और सो गए. वो बेल बजा रहे, घंटी बजा रहे, दरवाजे नहीं खोलो, उसको कैसा लगेगा? अरे मैं 10 काम छोड़ के आया, इनका काम है. वो चला जाएगा अपने काम करने के लिए. फिर फोन करो, क्या बात आप आई नहीं? कह मैं आया था, बेल बजाई थी. नहीं प्लीज आओ. फिर आया, फिर दोबारा दरवाजे बंद किया, फिर चला गया, फिर फोन करो, कहेगा कभी नहीं आऊंगा. मैं 2 बार आया, अब मेरे को मजाक समझा. അല്ലെ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു വലിയ VIP ആയിട്ടുള്ള ആള് വരികയാണ്, നമ്മുടെ ബന്ധു ആരെങ്കിലും ആയിരിക്കാം, വിരുന്നുകാരൻ, അതിഥി വരികയാണ്. അപ്പൊ അത്രയും വലിയ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് വരുന്നത്. ആൾക്കൊരു 100 കാര്യമുണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ നമ്മള് നല്ല ഉറക്കാ. കൊറേ ബെല്ലടിച്ചു, ആരറിയാനാ, പോത്ത് പോലെ കിടന്ന് ഉറങ്ങാണ്. നമ്മൾ ഇത്രയും ബെല്ലടിച്ചിട്ട് അറിയുന്നില്ല, ആള് തിരിച്ചുപോയി. അപ്പൊ നമ്മൾ നോക്കുമ്പോ അയ്യോ ആള് വന്നില്ലല്ലോ ഇതുവരെയും എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മളാളെ ഫോൺ ചെയ്യാണ്, ഇതുവരെയും വന്നില്ലല്ലോ, എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഫോൺ ചെയ്യാണ്. അപ്പൊ ആള് പറയും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ ഒന്നുകൂടി വരണം പ്ലീസ്, ക്ഷമിക്കണം, ഒന്നുകൂടി വരണം എന്ന് പറയുമ്പോ ആള് വീണ്ടും വരും. അപ്പൊ നമ്മൾ അതിനേക്കാളും പോത്ത് പോലെ ഉറങ്ങിപ്പോയി അല്ലേ. അപ്പൊ ആള് വീണ്ടും വരുമോ? ആള് വന്നിട്ട് തിരിച്ചുപോയി. പിന്നെ ആളെ വിളിച്ച ആള് വരുമോ? ആള് പറയും ഞാൻ 2 പ്രാവശ്യം വന്നു, എന്നിട്ടും ഇത്ര ബെല്ലടിച്ചിട്ട് നിങ്ങൾ തുറന്നില്ല, പിന്നെ ഞാനിനി വരില്ല അവിടേക്ക്. इसी तरह अमृत वाला उठेंगे, बाबा को निमंत्रण देंगे, मीठे बाबा, प्यारे बाबा आ जाओ, हम आपसे बातें करनी അല്ലെ. അമൃതവേളയിൽ ഉണർന്നിട്ട് എന്താണ്? ബാബാ അല്ലെ, ഞാൻ അങ്ങയോട് എന്റെ മധുരമായ ബാബ, എന്റെ പ്രിയപ്പെട്ട ബാബ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ബാബ അല്ലെ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്, ഞാൻ അങ്ങയുടെ കാണാണ്, അങ്ങയോട് സംസാരിക്കുകയാണ്. അത് പറഞ്ഞ് എല്ലാം സങ്കല്പിച്ചു. तेरे द्वार खड़ा भगवान, भगत भरले जोली भगत तो संति हो गया അല്ലെ. ദ്വാരക്കടയിൽ ഭഗവാൻ വരലേ ജോലി എന്നാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ വാതിലിൽ വന്ന് ഭഗവാൻ നിൽക്കാണ്. നമ്മുടെ ആത്മാവാകുന്ന, നമ്മുടെ ബുദ്ധിയാകുന്ന മനസ്സാ സഞ്ചിയിൽ നിറയ്ക്കണം. അതിനെന്തുവാ, ഇവിടെ നമ്മള് ഉറക്കാണ്. जब दरवाजे खिड़की बंद है तो वो शक्ति कहां से देगा?
फिर वो चला जाएगा। बाबा तो कितना बिजी है अमृत वाला, फिर भी आपके प्यार के खातिर आया, वो चला गया। फिर अचानक नींद खुली, फिर कहेंगे मीठे बाबा, प्यारे बाबा। फिर वापिस बाबा देखता, अच्छा फिर दोबारा बुला रहा है, फिर आता है, फिर तब तक फिर दरवाजा बंद किया। इसीलिए आंखें खोल करके बैठो। അതുകൊണ്ട് നമ്മളിങ്ങനെ ബാബയെ ഓർമ്മിക്കുമ്പോ ബാബ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഉറങ്ങി, നല്ല ഉറക്കമാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഉറങ്ങി പോവുകയാണ്. പിന്നെ വീണ്ടും ബാബ പോകും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എണീറ്റ് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കണ്ണുറക്കുമ്പോഴേ നമ്മൾ വീണ്ടും മേരാ ബാബ, മീട്ടാ ബാബ, പ്യാരാ ബാബ എന്ന് പറയും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാബ അപ്പോഴേക്കും വരുമ്പോ നമ്മളിതാ വീണ്ടും ഉറങ്ങിപ്പോയി. केवल खोल के भी नहीं बैठो। कोई मेहमान घर में आया और उसके चेहरे की तरफ देखते रहो, कुछ बात ही नहीं करो। वो कहेगा फिर फोन क्यों किया था, तो चेहरे की तरफ देख रहे। इसी तरह कई भाई बहन अमृत लोग उठेंगे, आंखें बंद नहीं है लेकिन फोटो की तरफ देखते रहेंगे। फिर घड़ी में देखेंगे, आप कब तक देखना है। फिर बाबा की तरफ, फोटो की तरफ देखते रहेंगे। इसलिए बाबा से बातें करो। नींद तब आते है जब बातें नहीं करते। इसलिए बाबा से बातें करो। बाबा मुझे क्या से क्या दिया, बनाया आपने, कितना मुझे उपकार किया, कितनी प्राप्तियां कराई। इसलिए बातें करो, बार बार घड़ी की तरफ नहीं देखो। आपके पता आपको थोड़ी ये है कि अगर नींद आते तो जाकर सो जाओ। इसलिए 15 मिनट 20 मिनट ये बुद्धि रूपी आंख खोल करके, मन रूपी आंख खोल करके फिर योग करो, तो बड़ा मजा आएगा। അതുകൊണ്ട് അമൃതവേളയിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് ഇരുന്നൊന്ന് ബാബയെ ഓർമ്മിക്കണം. അതായത് ചില കുട്ടികളുണ്ട് അമൃതവേളയ്ക്ക് ഉണർന്നിരുന്നിട്ട് സമയായി എപ്പോഴും സമയമായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഉറക്കം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയാലോ. അപ്പൊ എന്തുകൊണ്ട് ഉറക്കം വരുന്നത്? കാരണം ബാബയുടെ അടുത്ത് നമ്മൾ ആത്മീയ സംഭാഷണം ചെയ്യുന്നില്ല അല്ലെ. ബാബ നമ്മൾ ആരിൽ നിന്ന് ആരാക്കി മാറ്റി അല്ലെ. ബാബ നമുക്ക് എത്ര ഉയർന്ന ഭാഗ്യം തന്നു. ഇതൊക്കെ നമ്മൾ ബാബയുടെ അടുത്ത് സംസാരിക്കണം. അങ്ങനെ നമ്മൾ ബാബയുടെ അടുത്ത് സംസാരിച്ച് വളരെ ഉന്മേഷ ഉത്സാഹത്തിലിരുന്ന് ബാബയെ ഓർമ്മിക്കണം. അല്ലാതെ നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്ന് ബാബയെ ഓർമ്മിക്കരുത്. कई क्या करेंगे, योग में बैठेंगे, शुरू करके मैं आत्मा शांत स्वरूप शक्ति अभिचारी चांद सूरज तारांगन के पार, वहां से झुटका लगा देंगे। अब तारांगन के पार से कोई झुटका लगा नीचे हड्डी गुड्डी टूट जाएगी, इतना ऊंचाई से नीचे आएंगे അല്ലേ. എങ്ങനെയാണ്? ചില കുട്ടികളുണ്ട്, ഞാൻ ആത്മാവാണ്, ശാന്ത സ്വരൂപാത്മാവാണ്, ജ്ഞാന സ്വരൂപാത്മാവാണ്, ഞാൻ ഇതാ എന്റെ ബാബയുടെ അടുക്കിലേക്ക് പോവുകയാണ്, ഇതിലെ ഞാൻ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്ക് ഉപരിയായിട്ട് ആകാശത്തിന് മുകളിലേക്ക് ഞാൻ അപ്പോഴേക്കും ഇതാ ഉറങ്ങിപ്പോയി. एक कुमारी ने मुझे क्वेश्चन पूछा, इत्रम मोളിൽ താഴേക്ക് വീണാൽ എന്താവും? തവണ പൊടിയാവും. एक कुमारी ने मुझे क्वेश्चन पूछा, कहते भाई साहब मैं अमृतलोक उठती है ना, लेकिन ऊपर परमधाम में नहीं जाती। हमने कहा क्यों? कहते उसी समय हमारे घर के ऊपर बहुत अंधेरा रहता है। घर के ऊपर अंधेरा रहता है। अंधेरा रहता है അല്ലേ. അപ്പൊ ഒരു കുട്ടി ബാബയോട് പറയാ, ബാബ ഞാൻ എല്ലാ ദിവസവും അമൃതവേള എണീക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പരന്താമത്തിൽ പോകാൻ പറ്റാറില്ല, കാരണം എന്റെ വീടിന്റെ മേളിലെ ഭയങ്കര ഇരുട്ടാന്ന്. तो एक कुमार कहता है भाई साहब मैं अमृतलोक उठता ही नहीं, मेरी नींद नहीं खुलती। हमने कहा क्यों? अलार्म लगाया करो। कहता अलार्म तो लगाता हूँ लेकिन सुनाई नहीं पड़ता। हमने कहा क्यों? कहता मैं सोने के लिए परमधाम में जाता हूँ और अलार्म तो धरती पर बजता है, इसीलिए सुनाई नहीं पड़ता। അല്ലെ, ചില കുട്ടികൾ പറയണേ, ഞാനേ അമൃതവേളയ്ക്ക് അലാറം വെക്കാറുണ്ട്, പക്ഷെ അലാറം കേൾക്കാറില്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ ഉറങ്ങുമ്പോ പരന്താമത്തിൽ പോയിട്ട് ബാബയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത്, ഭൂമിയിൽ കിടന്നല്ലേ ഈ അലാറം അടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കേൾക്കാറില്ല. देखो कैसे कैसे क्वेश्चन करते हैं। बाबा कहते हैं रोज मैं तुम्हारे घर में आता हूँ। बाबा आपके घर में आता है, आपको दिखाई पड़ता है कभी? ദിവസവും ബാബ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അല്ലെ. നിങ്ങൾ കാണാറുണ്ടോ? अमृत वेला रोज बाबा चक्कर लगाता है हर एक के घर में। जहाँ बाबा के बच्चे हैं, एक बाबा तो निराकार है, फरिश्ता है, एक सेकंड में आकर के निकल जाता है, लेकिन दिखाई पड़ता है आप लोगों को? അപ്പൊ അമൃതവേളയില് ബാബ നമ്മൾ ഓരോ കുട്ടികളുടെയും വീട്ടിൽ വരാറുണ്ട് അല്ലെ. ബാബ ഫരിഷ്ത രൂപത്തിൽ വന്നു പോകാറുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? बाबा को देखने के लिए होश में बैठने की जरूरत है। बेहोश वालों को कैसा दिखाई पड़ेगा? എന്ത് ചെയ്യാന്? ഉണർന്നിരിക്കുന്നവർക്കല്ലേ ബാബ വന്നാൽ കാണുള്ളൂ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ബാബ വന്നാൽ കാണാൻ പറ്റുമോ? अगर कोई शराब पी करके गटर में गिराए और कोई आकर के कहे 10 रुपए ले लो, घर में जाकर सो जाओ, कहते मैं राजा हूं, मुझे कुछ नहीं चाहिए। अब गटर में गिराए, क्या समझता है अपने को? क्योंकि नशा है। इसी तरह बाबा भी अमृतोला वरदानों का झोला लेके आता है, उस टाइम बच्चे को चाहिए, लेकिन हम झूम रहे।
कुछ नहीं चाहिए मैं राजा हूँ। कई तो दिन में झूमते अमृतला पता नहीं क्या करते। അല്ലേ? ഒരാള് കള്ളു കുടിച്ച് മൂക്കറ്റ കള്ളു കുടിച്ച് തലകുത്തി നടന്ന് നാലുകാലി നടന്ന് എന്താണ് മറ്റേ ഗട്ടറിൽ വീണ് കിടക്കുക അല്ലേ? അപ്പം വേറെ ആൾക്കാർ എന്താ പറയുക, അയ്യോ എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങ്, ഇവിടെ കിടന്ന് നടു റോഡിൽ കിടന്നുറങ്ങാതെ എന്ന് പറഞ്ഞ ആള് പറയും എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സഹായം, ഞാൻ രാജാവാണ് എന്ന ആള് പറയും. ഞാൻ രാജാവാണ്, എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ടെന്ന് പറയും അല്ലേ? അതേപോലെ കുട്ടികള് അമൃതവേളയില് ഇരുന്ന് ഉറക്കം തൂങ്ങാണ്. ഇപ്പൊ ബാബ വരുമ്പോ എന്ത് പറയും, എനിക്കൊന്നും വേണ്ട. बाबा कहते बच्चे भक्तों की आवाज तुम्हें इसको सुनाई पड़नी चाहिए। भगत आपको पुकार रहे, चिल्ला रहे, क्योंकि हर ब्राह्मणों के भगत भी हैं, तो कभी सुनाई पड़ता है भक्तों की आवाज? അല്ലെ, നമുക്ക് ഭക്തരുടെ വിളി കേൾക്കണം എന്ന് ബാബ പറയും. ഭക്തര് നിങ്ങൾ ഇഷ്ടദേവതകളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ, ശാന്തിക്ക് സമാധാനത്തിന് വേണ്ടി. ഭക്തരുടെ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ब्रह्मा बाबा जब रात को सोते थे, कोई बांदीली को तकलीफ होती थी, पुकारती थी, बाबा नींद से उठ करके क्या करते थे, सकाश देते थे, फिर बाद में सो जाते थे। അല്ലേ? ബാബ എങ്ങനെയാന്ന് വെച്ചാല് ബാബ വെളുപ്പിനെയൊക്കെ ഉണരായിരുന്നു. കാരണം ബാബയുടെ ബന്ധനസ്ഥരായിട്ടുള്ള കുട്ടികള് ബാബയെ ഓർമ്മിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ബാബ അവര് ചിലപ്പോ രാത്രിയിലൊക്കെ അങ്ങനെ ബാബയെ വിളിക്കുകയായിരിക്കും, ഓർമ്മിക്കുകയായിരിക്കും. അപ്പൊ അത് കാരണം എന്താണ്, ബാബ വിളി കേൾക്കുന്നു. അതുകൊണ്ട് ബാബ ഉണർന്ന് ആ കുട്ടികൾക്ക് ശിവബാബയുടെ ലൈറ്റും മൈറ്റും ഒക്കെ നിറച്ചു കൊടുത്തിട്ട് ബാബ പിന്നെ കിടന്നുറങ്ങും. എന്നുവെച്ചാൽ 1 മണിക്കോ और माँ खर्राटे मार करके सो रहे, उसको माँ कैसे कहेंगे उसको? അല്ലേ? ഇപ്പൊ अम्मയും കുഞ്ഞ് കിടന്ന് നില വിളിച്ച് കരയാ, അമ്മ കൂർക്കം വലിച്ചുറങ്ങ, എന്ത് പറയാ അമ്മയെ കുറിച്ച്? इसी तरह आज हमें भगत पुकार रहे और लेकिन हम क्या करें, नींद करें, झुट करें, कैसे गए? इसलिए जागृत होकर के बैठना। അതുകൊണ്ട് അനേക ഭക്തര് നിങ്ങൾ ചൈതന്യ ഇഷ്ട ദേവതകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നിങ്ങള് നല്ല ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? കുറുക്കം വലിച്ച് ഉറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും ഭക്തര്, പാവങ്ങള്? इसलिए अमृत वेला अगर अच्छी करेंगे, आप तीव्र पुरुषार्थ सारा दिन कुछ कर, क्योंकि अमृत वेला अच्छी करने से आत्मिक स्थिति रहती है, और जिसकी आत्मिक स्थिति है कर्मयोगी है, किसी के दोष दिखाई नहीं पड़ेंगे, वो है तीव्र पुरुषार्थ, निरंतर पुरुषार्थ। അതുകൊണ്ട് നമ്മൾ അമൃതവേള നല്ല പവർഫുൾ ആയിട്ട് ചെയ്യണം. അമൃതവേളയിൽ നമ്മൾ അത്ര ഏകാഗ്രമായിട്ട് യോഗ ചെയ്തെങ്കിലാണ് അല്ലെ നമുക്ക് ആ നിരന്തരമായിട്ടുള്ള പുരുഷാർത്ഥം നമ്മുടെ നടക്കുള്ളൂ. അതുകൊണ്ട് അമൃതവേള പുരുഷാർത്ഥം വളരെ പവർഫുൾ ആയിരിക്കും. अमृत वेला तब नींद खुलेगी, अच्छी होगी, जो रात को सोने के पहले फाउंडेशन बना करके सोता है। അല്ലെ? അമൃതവേള പവർഫുൾ ആകണമെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലെ അതിനുള്ള ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ട് വേണം ഉറങ്ങാൻ. नहीं तो हम क्या कैसे सोते हैं, रात को सोने के पहले बिस्तरा डाल देंगे, बाबा कहेंगे बाबा गुड नाइट, आज तो दिन में सोए ही नहीं थे, घर में मेहमान आए थे, अभी दिन भर में मैंने इतना काम किया, अभी मुझे इतनी नींद आ रही है, बाबा जरूर आप अमृत वाला जगाना, फिर कल सवेरे उठना है, बर्तन मांजना है, ये करना है, ऐसे विचारों में सो गए, अमृत वाला भी डिली। അതായത് അമൃതവേളയിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കുട്ടികളെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അയ്യോ ബാബ ഗുഡ് നൈറ്റ്, ഇന്ന് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു, വീട്ടില് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോ അതിലൊക്കെ ബിസിയായി, എനിക്കിന്ന് റെസ്റ്റ് കിട്ടിയില്ല, എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് അയ്യോ ബാബ, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്, നാളെ എനിക്ക് ആ പണിയുണ്ട് ഈ പണിയുണ്ട്, പാത്രം കഴുകണം, അത് ചെയ്യണം ഇത് ചെയ്യണം, കുറെ ജോലിയുണ്ട് ബാബ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്, അമൃതവേളയും ചിലപ്പോ അറിയില്ല, അല്ലെങ്കിൽ അമൃതവേള ഉണരില്ല, ചിലപ്പോ ഉണരും, ഉറക്കം തൂങ്ങും. अभिमन्यु को क्यों मारा था, कैसे मारा था? अभिमन्यु को क्या करता है, अभिमन्यु बहुत शक्तिशाली था, अर्जुन के साथ था, तो कौरवों ने क्या क्या चक्र बनाया, और चक्र बना करके एक सैनिक को भेजा, कहा कि उसको ललकारो, उसको अर्जुन से दूर करो, मारने का काम हम कर देंगे। तो वो सैनिक कहता है हे अर्जुन अभिमन्यु, अगर दम आई तो मेरे से लड़। तो अभिमन्यु को लगता है ये छोटा सा सैनिक मुझे ललकार रहा है, तो उसका पीछे करता है, पीछा करते 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 वो पीछे जाता है, और जहां चक्र बनाया था वहां तक पहुंच गया, और फिर महारथी ने क्या क्या उसको अभिमन्यु को घेर दिया और बेमौत ऐसा मारा, और इसलिए खत्म हुआ। किसने उसको लेकर गया? एक छोटा सा सैनिक, साधारण सैनिक। अच्छा,
അതായത് അഭിമന്യു യഥാർത്ഥത്തിൽ വളരെ ശക്തിശാലിയായിരുന്നു. പക്ഷേ അഭിമന്യുവിനെ ആദ്യം എന്ത് ചെയ്തു? അഭിമന്യുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് അഭിമന്യുവിനെ ആദ്യം അർജുനനിൽ നിന്നും വേർപ്പെടുത്തി. അർജുനനിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് എന്താണ്, ഒരു ചെറിയ സാധാരണ സൈനികൻ വന്നിട്ട് പറഞ്ഞു, എന്നെ തോൽപ്പിക്കുക. അപ്പൊ ഒരു സാധാരണ സൈനികൻ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോഴേക്കും അഭിമന്യു അയാളുടെ പുറകെ പോയി. അപ്പൊ അയാൾ ഇങ്ങനെ പോയി ചക്രവ്യൂഹത്തിന്റെ അവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഒരു മഹാരഥി എന്താണ് പിന്നെ അദ്ദേഹത്തിനെ വധിക്കുന്നതൊക്കെ. इसी तरह माया भी क्या करते हैं, रोज आपको मारने के लिए चक्र बनाते हैं, और उसके लिए क्या करते हैं, एक साधारण सैनिक आलस, सवेरे सवेरे किसको भी काम क्रोध नहीं आता, आलस को भेजते, कहते उसको सुला दो, बाकी मारने का काम हम कर देंगे। क्योंकि इसको 3-4 दिन सुलाने से वो बाबा से क्या हो जाएगा, दूर हो जाएगा। अब जब बाबा से दूर हो जाएगा हम चक्र में खत्म करेंगे। तो अब आलस सवेरे आता है, क्या बोलता है, सो जाओ, तुम्हारी तबीयत खराब हो जाएगी, ऑफिस में नींद आएगी, अभी बहुत तुम्हारे ये रात को मच्छर काटे थे, सो जाओ। बहुत मीठा लोरी देकर के दोस्त बन करके सुलाएगा, और 3-4 दिन सुलाएगा, बाकी काम क्रोध आएंगे, खत्म करेंगे। तीव्र पुरुषार्थ के बजाय ढीला पुरुषार्थ कर देंगे। इसीलिए अगर तीव्र पुरुषार्थ करना है, आलस सवेरे उठते ही आलस को मार दो, एक्टिव होकर के अमृत वाला करो, तीव्र पुरुषार्थी बनेंगे। അങ്ങനെ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി അതിനകത്ത് പോയി അതിന് അഭിമന്യുവിനെ കൊന്നില്ലേ അല്ലെ? അതേപോലെയാണ് മായ നമ്മളോടും ചെയ്യുന്നത്. കാരണം നമ്മൾ അമൃതവേളയിൽ ഉണർന്ന് നല്ല പവർഫുൾ യോഗ ചെയ്യണം. പക്ഷെ മായ എന്ത് ചെയ്യും? അലസതയുടെ രൂപം, മധുരമായ രൂപം കൊണ്ടുവരും. ആലസ്യത്തിന് നിങ്ങളെ മയക്കി കളയും അല്ലെ? അങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് അല്ലെ? നമ്മൾ നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ ഉണർന്ന് യോഗ ചെയ്ത് നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിലേക്ക് പോകുന്നതിന് പകരം മായ എന്ത് ചെയ്യും? നമ്മളെ മയക്കി അല്ലെ? നമ്മളെ എന്താണ് ബാബയിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ അമൃതവേള യോഗ ചെയ്തില്ലെങ്കിൽ നമ്മൾ ബാബയിൽ നിന്നും ദൂരെ പോവുകയാണ്. അങ്ങനെ ബാബയിൽ നിന്നും നമ്മളെ ദൂരേക്ക് അകറ്റിക്കൊണ്ടുവന്ന് ബാബയുടെ കുട്ടിയായി നമ്മളെ അതിൽ നിന്നും അല്ലെ നമ്മുടെ ബ്രാഹ്മണ ആത്മാവിന്റെ മരണത്തിലേക്ക് വരെ കൊണ്ടു. കാമം വരും, ക്രോധം വരും അല്ലെ? ഇതെല്ലാം വന്ന് നമ്മളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും അല്ലെ? അങ്ങനെ നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മായ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരിക്കലും മായയുടെ ഈ തന്ത്രവിദ്യകളിലൊന്നും നമ്മൾ അകപ്പെടാൻ പാടില്ല. और अमृत वेला पावरफुल करने का आधार है आंखें खोल करके बैठना, बुद्धि रूपी आंखें खोल कर बैठना, और बुद्धि को कोई ना कोई विजन देना, दृश्य देना। आज हम आप लोगों ने अमृत वेला किया था सवेरे। आज कौन कौन आए थे सवेरे? हाँ, सवेरे आप लोग सवेरे अमृत वेला किसी को नींद आई थी? किसी को नहीं आई। क्यों? मैंने दृश्य आपको बताया, और जैसे लगेगा 5 मिनट में हम कितना चक्कर लगा के आए थे, पता नहीं चला। എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറക്കം വരാതിരുന്നത്? അമൃതവേളയിൽ കുട്ടികൾക്ക് ഉറക്കം വന്നില്ല, നല്ല അലർട്ടായിരുന്നു. കാരണം ഭാഗ്യം നമ്മൾ വിഷ്വലൈസ് ചെയ്തു, ദൃശ്യങ്ങൾ കൊണ്ടുവന്ന ആ ദൃശ്യങ്ങളിലെ കൊണ്ടുപോയി നമ്മൾ എവിടെയെല്ലാം ചുറ്റിക്കറക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. जैसे आपको मधुवन को देखने के लिए बताएंगे, तो कैसे आप मधुवन में यहाँ से केरला से गए थे, फिर उसके बाद स्टेशन पर बसें लेने के लिए आई थी, फिर बसें गए थे, वो सारा मधुवन के दृश्य आपको याद आएगा सारा। आधा घंटा भी आप बैठेंगे, कैसे कैसे ज्ञान सरोवर गए थे, पांडवन गए थे, उस समय दृश्य आएगा। कोई बाहर की बात है, दृश्य बुद्धि को देना जरूरी है। അതുകൊണ്ട് എങ്ങനെ നമ്മളിപ്പോ നമ്മുടെ മനസ്സിനെ നമ്മൾ മധുബൻ പോയ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ അങ്ങനെ മധുബൻ പോയി, പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറി ജ്ഞാനസരോവരെ പോയി അല്ലെ? അവിടെ നിന്നൊക്കെ നമ്മൾ അവിടേക്ക് ചുറ്റിക്കറങ്ങിയ കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലെ ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഉറക്കം വരുന്നില്ല. അപ്പൊ അമൃതവേള യോഗം ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷ്വലൈസേഷൻ വേണം, ദൃശ്യങ്ങൾ കാണണം. इसलिए अमृत वेला करने से तीव्र पुरुषार्थ बनेंगे। दूसरी बात है। तीसरी बात है, अगर मुझे तीव्र पुरुषार्थी बनना है, तीव्र पुरुषार्थ का जो विघ्न है, अगर क्लास के पहले आपको योग करने की आदत नहीं है, आप तीव्र पुरुषार्थी नहीं बन सकते। अगर मुझे तीव्र पुरुषार्थ बनना है, एक पक्की धारणा करो, जब भी मुरली सुनते हैं, मुरली सुनने से पहले आधा घंटे का मेडिटेशन करके फिर मुरली सुनो। നമ്മൾ തീവ്ര പുരുഷാർത്ഥിയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ രാവിലെ മുരളി കേൾക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് യോഗ ചെയ്യണം. അരമണിക്കൂർ യോഗ ചെയ്തിട്ട് വേണം നമ്മൾ മുരളി കേൾക്കാൻ. क्लास कितना बजे होते हैं यहाँ? ക്ലാസ് എത്ര മണിക്കാണ് ചോദിക്കുന്നത്? हाँ 7:30. हाँ അല്ല 7 बजे ഇവിടെ 7 बजे योग चालू हो जाता है या 6:30 बजे योग? अच्छा हाँ 7 बजे मतलब 6:30 से लेकर के 7 बजे तक योग रहता है. 7 से 8 मुरली ऐसा. लेकिन 6:30 बजे कौन कौन पहुंचते हैं? योग तो चलता है, गीत चलता है, लाइट चलती है, लेकिन योग करने वाले तो आए ही नहीं, उसको योग थोड़ी कहेंगे. इसलिए ये नियम बनाओ, क्लास के पहले आधा घंटा योग करना. क्योंकि जो क्लास के पहले योग करता है उसकी ही आत्मिक स्थिति बनती है. जो ज्ञान सुना है वो धारणा में आता है. ആരാണോ ക്ലാസ്സിന് മുമ്പ്, അല്ലെ ആ നിയമം നമ്മുടെ സെന്ററിൽ ഉണ്ടാക്കണം. ക്ലാസ്സിന് മുമ്പ് അരമണിക്കൂർ യോഗം ചെയ്യണം. ആ അരമണിക്കൂർ നമ്മൾ യോഗം ചെയ്താൽ മാത്രമാണ് നമ്മൾ കേൾക്കുന്ന മുരളി നമുക്ക് ധാരണ ചെയ്യാൻ സാധിക്കുള്ളൂ. मुझे लगता है संगठन का योग आप अमृतवाला तो घरों में पर्सनली करते हैं, नुमाश्याम भी पर्सनली करते हैं. संगठन का योग केवल हमें क्लास के पहले मिलता है. और जो संगठन में आकर के योग नहीं करता वो तीव्र पुरुषार्थी नहीं बन सकता. അതുകൊണ്ട് സംഘടിത രൂപത്തിൽ ഇരുന്ന് യോഗം ചെയ്യണം. ഇപ്പൊ നമ്മൾ അമൃതവേള പേഴ്സണലായിട്ട് ചെയ്യാം. സന്ധ്യായോഗം നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് പേഴ്സണലായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ക്ലാസ്സിന് മുമ്പ് അരമണിക്കൂർ യോഗം നമ്മൾ ദിവസവും അല്ലെ സംഘടിതമായിട്ട് ചെയ്യണം. सेंटर का वायुमंडल बनाने के लिए संगठन में योग तपस्या की जरूरत है. इसीलिए हमें कुछ भी हो जाए अपना समय को समेट करके इसकी वैल्यू समझ करके हमें भागे भागे अपना क्या करना है, क्लास के पहले योग जरूर करना है. അതുകൊണ്ട് നമ്മള് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ രാവിലെ ഓടി ഓടി വന്നിട്ട് അല്ലെ ക്ലാസ്സിന് മുമ്പ് അരമണിക്കൂർ യോഗം ചെയ്യണം. आप लोग खेती के तो अनुभवी है ना. खेती में बीज डालने से पहले उसको हल चला करके जमीन को तैयार करते हैं, बाद में बीज डालते हैं. അല്ലെ ഒരു കൃഷിയിടത്തിൽ നമ്മൾ ബീജം ഒരു വിത്ത് വിതയ്ക്കണമെങ്കിൽ എന്താവശ്യമാണ്? ആ വിത്ത് വിതയ്ക്കണമെങ്കിൽ ആദ്യം മണ്ണ് ഉഴുതു മറിച്ചിട്ടാണ് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത്. हाँ रुकी सुखी खेती में थोड़ी बीज डालते हैं. इसी तरह ज्ञान का बीज दिमाग में डालना है. पहले उसको क्या करना है, योग करके फिर डालो. അല്ലെ ഉണങ്ങിക്കിടക്കുന്ന മണ്ണില് നേരെ കൊണ്ടുപോയിട്ട് വിത്ത് വിതച്ചാൽ അല്ലെ ആ വിത്ത് പൊട്ടി മുളയ്ക്കൊന്നുമില്ല. ഉഴുതുമറിച്ച മണ്ണിൽ മാത്രമേ വിത്ത് പൊട്ടി മുളയ്ക്കുള്ളൂ. അതേപോലെ ക്ലാസ്സിന് മുമ്പ് അരമണിക്കൂർ യോഗം ചെയ്താലാണ് ബാബയുടെ മുരളിയാകുന്ന ആ ജ്ഞാനത്തിന്റെ ബീജം और जो योग करके मुरली सुनता है, आज मेरे जीवन में क्या प्रॉब्लम आने वाले है, क्या समस्या आने वाली है, सब उसको कैच कर सकते हैं. യോഗം ചെയ്തിട്ട് चलो 2 मिनट योग करो.
सभी थोड़ा उठ करके एक्सरसाइज करके फिर घर में बैठेंगे। उठ करके खड़े नहीं, भाई जी गीत बजाओ, कहाँ गए हो भाई? ഓ ഭായി उसको बोलना को थोड़ा गीत बजाना कोई अच्छा वाला। എന്തെങ്കിലും ഒരു പാട്ടിട്.